പ്രവാചകന്മാരുടെ ചര്യയിൽപ്പെട്ട ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? അൽ ഹയാ. ലജ്ജയെന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ ചര്യയാണ്. ആ ഗുണമാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ടൊരു സ്വഹാബി പറഞ്ഞു, നബിയേ, ഇവന് വല്ലാത്ത ലജ്ജയാ നബിയേ, ഇവന് വല്ലാത്ത നാണമാണ് നബിയേ. ഒരാളോടും പടച്ചവനെ നമ്മുടെ മക്കളിൽ പലരുമുണ്ടല്ലോ, ആരോടും മിണ്ടുന്നില്ല, ആരുടെ മുന്നിലേക്കും പോകുന്നില്ല. ഇവർക്ക് വല്ലാത്ത നാണമാണ്, ഇവർക്ക് വല്ലാത്ത ലജ്ജയാണ്. പടച്ചവനെ, ഉമ്മമാര് കളിയാക്കുന്നു, നിനക്കെന്തടി ഇത്ര ലജ്ജയെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അവിടെ വന്നിട്ടൊരു സഹാബിയെ കുറിച്ച് പറയുമ്പോ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞതാ, സ്വഹാബിയെ വെറുതെ വിട്ടേക്കാരാ, അവിടെ നിന്ന് വെറുതെ വിടാനാണ്. അല്ലാഹുവേ, കാരണം എന്തെന്നറിയുമോ? ലജ്ജയെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഭാഗമാ, ഈമാനുള്ളവരുടെ അടയാളമാണ്. ലജ്ജയെന്ന് പറയുന്നത് ഈമാനുള്ളവരുടെ അടയാളമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ലജ്ജവേടേ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഹറാം കാണുന്നവരെ, ഹറാം കാണുന്നവരെ സൂക്ഷിക്കണേടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ, യൂട്യൂബിനകത്ത് കയറി കാണുന്നവരുണ്ടല്ലോ, മോശമായത് കാണുന്നവരുണ്ടല്ലോ, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ നിന്റെ കണ്ണുണ്ടല്ലോ, ഈ കണ്ണിന്റെ അകത്തേക്ക് നരകത്തിന്റെ ഈയം ഒരുക്കി ഒഴിക്കുകയാ. നരകത്തിന്റെ ഈയമുണ്ടല്ലോ, അത് ഒരുക്കിയിട്ട് നിന്റെ കണ്ണിന്റെ അകത്തേക്ക് ഒഴിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആരെയും കുറ്റപ്പെടുത്തിയതല്ല, സ്നേഹം കൊണ്ട് പറഞ്ഞതാ. എല്ലാവരും അത് കേൾക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നവരുണ്ടല്ലോ. പടച്ചവനെ, സമയോടെ ഇരിക്കുന്ന വാപ്പാ, നാളെ സ്വർഗത്തിലും നിനക്കൊരുമിച്ച് കൂടണ്ട്. ഈ മക്കാമിൽ കിടക്കുന്ന മഹാനിന്റെ ഉറൂസിന്റെ അവസാന ദിവസം ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, മോനെ, നീയും രക്ഷപ്പെടേണ്ടടാ. ഇവരൊക്കെ കിടക്കുന്ന സ്വർഗത്തിൽ നമുക്കും പോകണ്ടേ. അതുകൊണ്ട് പറയുകയാ, ഔറത്ത് പ്രദർശിപ്പിക്കല്ലേ, ലജ്ജ കാണിക്കടേ, ലജ്ജ കാണിക്കടേ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തില് ഒന്നാമത്തെ ഗുണമെന്തെന്നറിയുമോ? വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാ, വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാ. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? അല്ലാഹുവേ, സദഖ കൊടുക്കാൻ ഒരു മടിയുമില്ലാത്ത സ്വഹാബിയാ. അല്ലാഹുവേ, സദഖ കൊടുക്കാൻ ഒരു മടിയുമില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തബൂക്ക് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാ. ഇസ്ലാമിന് പടച്ചവനെ കയ്യിൽ സമ്പത്തില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദുൻ നബവിക്കകത്തിരുന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിന് പൈസയുടെ ആവശ്യമുണ്ട്. ആരാണ് സദഖ ചെയ്യുന്നത്? ആരാണ് സഹായിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ തന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് അനയാ റസൂലല്ലാഹ്, ഞാൻ എന്റെ നബിയേ, ഉസ്മാൻ തങ്ങൾ എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, 100 ഒട്ടകങ്ങളെയും ആ ഒട്ടകത്തിന്റെ മുകളിൽ വിൽക്കുന്ന കട്ടിലുകളും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ എഴുന്നേറ്റിട്ട് പറയുന്നു, 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങൾക്ക് മുകളിൽ വെക്കുന്ന കട്ടിലും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ദുആ ചെയ്തു. രണ്ടാമതും ചോദിച്ചു, സഹാബാ, ഇനി ആരാണ് തരുന്നത്? ഇനി
തരുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാണ്. അനയാ റസൂലല്ലാഹ് 200 ഒട്ടകങ്ങളെ കൂടെ ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പിന്നെയും ദുആ ചെയ്തു. കുറേ സമയം കഴിഞ്ഞു. സ്വഹാബ ഇനി ആരാണ് തരുന്നത്? ഇനി ആരാണ് തരുന്നത്? അപ്പോഴും മനയാ റസൂലല്ലാഹ് 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞു, പിന്നെ 200 പറഞ്ഞു, പിന്നെ 300 പറഞ്ഞു. സഹാബത്ത് പറയുകയാ, ഉസ്മാൻ തങ്ങളോട് മുത്തുനബി പിന്നെയും പിന്നെയും ചോദിച്ചാ തന്റെ സമ്പാദ്യം മുഴുവനും കൊടുക്കുമായിരുന്നു. അതായിരുന്നു ഉസ്മാൻ തങ്ങള്. ഒരു മടിയുമില്ല, ഒരു പ്രയാസവുമില്ല. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പടച്ചവനെ അവിടുന്ന് സദഖ ചോദിക്കുമ്പോ, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സദഖ ചോദിക്കുമ്പോ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അവിടുന്ന് എഴുന്നേറ്റ് പറയുകയാ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ, പടച്ചവനെ 50 കുതിരകളെ ഞാൻ തരാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ് 10,000 സ്വർണ്ണ നാണയവും ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങൾ അങ്ങനായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കത്തും മദീനത്തും പോകുമല്ലോ, ഒരുപാട് കിണറുകൾ കാണുമല്ലോ. ഉസ്മാൻ എന്ന് പറയുന്ന ഒരു കിണർ കാണുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലോ റോമ കിണറെന്ന് പറയുന്ന കിണറായിരുന്നല്ലോ. അതിനകത്ത് നിന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കോരാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോ ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, സഹാബ ഈ കിണർ വാങ്ങണമല്ലോ, മുസ്ലിമീങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കിണർ വാങ്ങണമല്ലോ. ആരാണ് സഹായിക്കുന്നത്? ആരാണ് സഹായിക്കുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മനുഷ്യന്റെ മുന്നിലേക്ക് കടന്നു പോയിട്ട്, ഈ കിണറിന് എത്ര രൂപയാണ് വേണ്ടത്? 35,000 വെള്ളി നാണയമാണ് ചോദിച്ചത്. ഒന്നും രണ്ടുമല്ല ചെറുപ്പക്കാരാ, പാപ്പമാരെ. അല്ലാഹുവിന്റെ പള്ളിക്കും മദ്രസകൾക്കും പാവങ്ങൾക്കും ചോദിക്കുമ്പോ കൊടുക്കാൻ മടിയുള്ള മനുഷ്യ 35,000 വരുന്ന 35,000-ഓളം വരുന്ന നാണയങ്ങൾ എണ്ണിക്കൊടുത്തിട്ടാണ് ആ കിണർ വാങ്ങുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ട് കൊടുക്കുന്നു, നബിയേ ആ കിണർ ഞാൻ വാങ്ങി നബിയേ, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു നബിയേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെയാണ്. പടച്ചവനെ സദഖ ചെയ്യാൻ ഒരു മടിയുമില്ല, സദഖ കൊടുക്കാൻ ഒരു മടിയുമില്ല. എന്ത് ചോദിച്ചാലും കൊടുക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ ഒരു മടിയുമില്ലല്ലോ. പക്ഷേ നമ്മൾ അങ്ങനല്ല, നമുക്ക് വല്ലാത്ത മടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും കൊടുത്തെന്ന് പറഞ്ഞ് കുറഞ്ഞു പോകൂല. കൂടുന്നതല്ലാതെ ഒരിക്കലും കുറഞ്ഞു പോകാറില്ല സഹോദരാ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠമെന്താ? സദഖ കൊടുക്കാൻ മടിയില്ലാത്ത സഹാബിയാ. മൂന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ സഹാബിയാ. ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം കിട്ടിയ സഹാബിയാ. മൂന്നാമത്തെ ഗുണമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പെൺമക്കളെയാണ് അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചു കൊടുത്തത്. രണ്ട് പ്രകാശത്തിന്റെ ഉടമ അല്ലാഹുവേ, ലോകത്ത് കടന്നു വന്ന ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സുലൈമാൻ നബി അലൈഹിസ്സലാം, പടച്ചവനെ ഈസാ നബി അലൈഹിസ്സലാം, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ പെൺമക്കളിൽ നിന്ന് രണ്ടുപേരെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ. ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ലോകത്തിലെ ഏക വ്യക്തി ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകനെ പെടുന്ന തന്റെ രണ്ട് പെൺമക്കള് റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹാ, ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹാ, രണ്ടുപേരെയും ഉസ്മാൻ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തല്ലോ. രണ്ട് പെൺമക്കളെ, ഒരു പ്രവാചകന്റെ രണ്ട് പെൺമക്കളെ ലോകത്ത് ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് മാത്രമേ ഉള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആദ്യമായിട്ട് പ്രവാചകൻ വിവാഹം കഴിച്ചു കൊടുത്തത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചരിത്രം അറിയാം. റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹു ഉതൈബിനാണ്, അബൂ ജഹലിന്റെ മകനാ റുഖിയ ബീബിയെ വിവാഹം കഴിച്ചത്. റുഖിയ ബീബിയെ വിവാഹം കഴിച്ചത് അബൂ ജഹലിന്റെ മകനായിരുന്നു. പക്ഷെ വീട് കൂടിയിട്ടില്ല, നിക്കാഹ് വിവാഹം കഴിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായിട്ട് ഇറങ്ങിയപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ജഹലിന്റെ മകൻ റുഖിയ ബീവി അവിടുന്ന് തല്ലുമായിരുന്നു, ഉപദ്രവിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടെ നിന്ന് സഹിച്ചില്ല തന്റെ പൊന്നുമോളെ തല്ലുന്നത് കണ്ടപ്പോ. നിങ്ങൾ പഠിക്കണം ചരിത്രം, ഭർത്താക്കന്മാരൊക്കെ പഠിക്കണം. ഒരു ചരിത്രം ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ റുഖിയ ബീബി റളിയല്ലാഹു തആല അൻഹയെ അബൂ ജഹലിന്റെ മകൻ വാപ്പ മുസ്ലിം ആയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നതിന്റെ പേരിൽ തല്ലാൻ തുടങ്ങി. സഹിക്കണില്ല. തന്റെ മകളെ തല്ലുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വേദനിച്ചു. കാരണം ഒരു വാപ്പയല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു വാക്കു പറഞ്ഞു, നിന്നെ ഒരു സിംഹത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാ. മുത്തുനബി പറഞ്ഞു, ഒരു ശക്തമായ സിംഹത്തെ, അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാക്കു പറഞ്ഞതിന് ശേഷം അബൂ ജഹലിന് അറിയാം മുഹമ്മദ് പറഞ്ഞ സത്യമാണെന്ന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സംഭവിക്കുമെന്ന് അബൂ ജഹലിന് അറിയാം. അതുകൊണ്ട് അബൂ ജഹൽ തന്റെ മകനോട് പറയും, നീ എവിടെ പോയാലും ഒറ്റയ്ക്ക് പോകരുത്, നിന്നെ സിംഹം പിടിക്കും. മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, നീ സൂക്ഷിക്കണം. നമുക്ക് വിശ്വാസമില്ല. അബൂ ജഹൽ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, എവിടെ പോയാലും നീ ആളുകളുടെ ഇടയിലെ നിൽക്കാവൂ. അങ്ങനെ അബൂ ജഹലിന്റെ മകൻ ഉതൈബ അവിടുന്ന് ഒരു യാത്ര പോയി. അവസാനം എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ പാപ്പ പറഞ്ഞത് ഓർമ്മ വന്നു. എല്ലാവരുടെ നടുവിൽ വന്ന് കിടന്നുറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സിംഹം വന്ന് പിടിച്ചുകൊണ്ടുപോയവനെ. നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ തല്ലുന്നത് കണ്ടപ്പോ വാപ്പയായ മുത്തുനബിക്ക് സഹിച്ചില്ല. നമ്മളോ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് തല്ലുന്നവരല്ലേ നമ്മളും. ഒരു പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ച് എന്താ പറയണേ? പള്ളിയിലെ ഖതീബ് ഉസ്താദ് രണ്ട് സാക്ഷികളുടെ മുന്നിൽ വെച്ച് ഈ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ വാപ്പ നിന്റെ കയ്യെ പിടിച്ചിട്ട് പറയുന്ന ഒരു വാക്കില്ലേ, ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇൻസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരു അറബി വാക്കുണ്ട്, ഒരു സീഗ. അതിന്റെ അർത്ഥമെങ്കിലും പഠിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തർത്ഥം ഇല്ലേ? എന്തർത്ഥം? സത്യം പറഞ്ഞ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്ന ഒരു രംഗം അപ്പോഴാണ്. ചില ചെറുപ്പക്കാരുടെ കയ്യെ പിടിച്ചിട്ട് ഇതങ്ങിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഓങ്കടന്ന് തപ്പല് അതൊന്ന് പറയാൻ പോലും അറിയത്തില്ല. എടാ, എന്തിനാടാ നാണം കെടുന്ന? എടാ, കല്യാണത്തിന്റെ തലേ ദിവസം പോയിട്ട് ആരോടെങ്കിലും ചോദിച്ചിട്ട് അതൊന്ന് പറയാൻ പഠിക്ക്. എന്നൊക്കെ പറയുമ്പോ കിടന്ന് ഓരോ വാപ്പയും മോനൊക്കെ കിടന്ന് പെടുന്ന പാട് ചിരിയാ വരണേ. ഉസ്താമാര് പിന്നെയും ഈ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണ പോലെ പിന്നെയും പറഞ്ഞു കൊടുക്കാം. എടാ, അതിന്റെ അർത്ഥം എന്തെന്നറിയോ?
ഒരു വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നിന്റെ അദ്ദേഹത്തിന്റെ മകളെ നിന്റെ കയ്യിൽ വെച്ച് തരുമ്പോ പറയാ, മോനെ 10-18 വർഷക്കാലം ഞാൻ പൊന്നുപോലെ നോക്കി എന്റെ മകളെ, നീ തരുന്ന ഈ സ്വർണത്തിന്റെ മുന്നിൽ ഞാൻ നിന്റെ മകളെ എനിക്ക് തരിക, എന്റെ പൊന്നുമോളെ ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാ. അവളെല്ലാം തികഞ്ഞവളൊന്നുമല്ല, എന്റെ പൊന്നുമോള് മലക്കൊന്നുമല്ല, എല്ലാം തികഞ്ഞവളല്ല. എന്റെ മോൾക്ക് ന്യൂനതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ ക്ഷമിക്കണം, നീ സഹിക്കണം, നീ ഉപദേശിക്കണം. അവൾ അറിവില്ലാത്തവളാ, അവളെ നീ ഉപദേശിച്ച് നന്നാക്കണം. എന്റെ മോളെ തല്ലല്ലേ, എന്റെ മോളെ കൊല്ലല്ലേ. ഇതാ വാപ്പ പറയണത്. എന്റെ മോളെ നീ ഉപദ്രവിക്കരുത്. ഇത് എന്റെ മകള് 2-3 മക്കളെ പെറ്റു, ഗ്ലാമറൊക്കെ പോയി, എന്റെ മോൾക്ക് പ്രായമായി. അപ്പൊ നിനക്ക് അവളെ മടുത്തെന്ന് തോക്കിയ കൊണ്ട് കളയല്ലേ മോനെ, തിരിച്ച് എന്റെ കയ്യിൽ തന്നെ തന്നേരെ എന്റെ മോളെ. ഇത് 2 സാക്ഷികളുടെ മുന്നിൽ വെച്ച് പറഞ്ഞ് കയ്യെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. പിറ്റേ ദിവസം മുതൽ കൂമ്പിടിച്ചു വാട്ടും. ഇതാ അവസ്ഥ. കൊണ്ട് വീട്ടിൽ കൊണ്ടുവരും. പിറ്റേ ദിവസം മുതൽ കുത്തുവാക്കും പരിഹാസങ്ങളും. എടാ മകളെ, ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കണം ആണുങ്ങൾ ആരാ ഭാര്യ എന്നറിയും. നമുക്ക് ഒരു അടുക്കള വേലക്കാരിയുടെ വില പോലും പല ഭാര്യമാർക്കും നമ്മൾ കൊടുക്കാറില്ല. നമ്മളെല്ലാരും അങ്ങനെ. എത്ര ജോലി ചെയ്താലും അവഹേളനവും കുത്തുവാക്കും പരിഹാസം. നിനക്ക് എന്താടി ഇവിടെ ജോലി, നീ എന്താടി ഇവിടെ ചെയ്തേ എന്ന് പറഞ്ഞിട്ട് കുറ്റപ്പെടുത്ത ആരാ ഭാര്യ എന്നറിയോ? ആരാണ് ഭാര്യ എന്നറിയോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് ഹിജ്റ പോയി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് ഹിജ്റ പോകാൻ ഒരുങ്ങുമ്പോ ഖുറൈശികൾ പറഞ്ഞു, എടാ ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ അള്ളായും കൂടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ പൊക്കോളാൻ. NRC ഒക്കെ അപ്പോഴാ ചിന്തിക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു NRC വരുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, നിന്റെ വീടും നാടും വിറ്റിട്ട് നീ രാജ്യക്കാരനല്ല, ജയിലിൽ പോകണമെന്ന് പറയുമ്പോഴേ നെഞ്ചത്തടി തുടങ്ങി, പേടി തുടങ്ങി. ഞാൻ ചോദിക്കട്ടെ, എടാ NRC പണ്ട് നടന്നിരുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് മക്കക്കാരും അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു, ഈ നാട്ടിൽ ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് ഇട്ടിരിക്കണ വസ്ത്രത്തോടെ നീയൊക്കെ പൊക്കോണം, അള്ളാഹയെ വിളിച്ചിട്ട് നീ അള്ളാഹി മുഹമ്മദ് പൊക്കോ. എന്തേ പറഞ്ഞത്? ഹിജ്റ പോകുന്ന സഹാബത്ത് പറഞ്ഞു, എന്നാടാ എടുത്തോ, എനിക്ക് വീടും വേണ്ട, പണവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പോവാടാ. അതാടാ മുസ്ലിം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ എന്താ ഉസ്താദ് ഇപ്പൊ NRCക്ക് അനുകൂലമാണെന്ന് പറയരുത്. ഉസ്താദ് NRCക്ക് അനുകൂലമാണെന്ന് പറയരുത്. NRC അല്ല ഇവിടെ വിഷയം, നമ്മുടെ ഈമാനാണ് വിഷയം. അവിടെ നമ്മൾ പരാജയപ്പെടരുത്. ഇതൊക്കെ എത്ര നാളെ പൊട്ടിച്ചാലും അവസാനവുമാര് തോക്കും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇവരൊക്കെ എത്രയൊക്കെ ചെയ്താലും അവസാനം നമ്മുടെ മുന്നിൽ തോക്കും. കാരണം അന്തിമ വിജയം നമുക്ക് തന്നെയാ. ഇത് അള്ളാന്റെ ഖുർആൻ പഠിപ്പിച്ചതാ, ചരിത്രങ്ങൾ പഠിപ്പിച്ചതാ. ആള് കുറവാ, 313 സ്വഹാബത്ത്, കൂരിയ വാൾ, ഒടിഞ്ഞ വാളും, ഒരു പരിചയമില്ല, ഒട്ടിക വയറുമായിട്ട് പോയിട്ട് പാട്ടും പാടി തിരിച്ചു കയറി വന്ന ചരിത്രം വെറുതെയല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ നമ്മൾ പേടിക്കരുത്, നമ്മൾ വിരളരുത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓലപ്പടക്കം പൊട്ടിക്കണ പോലെ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഞെട്ടി വിറയ്ക്കരുത്. നമ്മളൊരിക്കലും പേടിക്കരുത്. ഈമാൻ ഉറക്ക്. സഹാബത്ത് പറഞ്ഞു, ഇന്നാടാ എനിക്കൊന്നും വേണ്ട, പോയി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരങ്ങോട്ട് പോയപ്പോഴോ മദീന നിവാസികൾ തന്റെ 2 വീടുണ്ടെങ്കിൽ ഒരു വീട് അവർക്ക്, 2 ഭാര്യമാർ കൂടുതലുള്ളവർ ഒരു ഭാര്യയെ തലാഖ് പറഞ്ഞിട്ട് ഇവർക്ക് കൊടുത്തു. അതാ അൻസ്വാരിങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വിവാഹം കഴിച്ചു, ഇല്ലെങ്കിൽ പള്ളിയിലെ ഖത്തീബ് വിവാഹം കഴിച്ചു, നിങ്ങൾ ഓരോരുത്തരും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചു കഴിഞ്ഞു, അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവിടെ അങ്ങനല്ലേ, കൊണ്ടുപോകത്തില്ലേ? ഭാര്യയുടെ വീട്ടിൽ തന്നെയല്ലേ, അല്ല ഭർത്താവിന്റെ വീട്ടിലല്ലേ താമസിക്കാം? കേരളത്തിൽ ചില സ്ഥലങ്ങളിൽ ഭാര്യയുടെ വീട്ടിൽ തന്നെ താമസിക്കാം. ഇവിടെ കെട്ടിയ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകത്തില്ലേ ഭാര്യയെ? നിങ്ങളെന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? ഉസ്താദെ, ആ ദിവസം ഒന്ന് ഓർമ്മിപ്പിക്കരുത് ഉസ്താദെ. ആ ദിവസം ഒന്ന് ഓർക്കാൻ തന്നെ നമ്മളിൽ പലരും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വർഗത്തിലും ഭാര്യമാരാക്കി തരുമാറാകട്ടെ. ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ കൈപൊക്കിക്കേ. സ്വർഗത്തിലും ഭാര്യയെ വിട്ടണമെന്ന്, ഈ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരെ പൊക്കിക്കോ, ബാബാജിയെ പൊക്കിക്കോ, പെണ്ണുപിള്ള കാണുന്നുണ്ട്. ഇന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ ചോദിക്കും, എല്ലാരും പൊക്കി, നിങ്ങൾ എന്താ പൊക്കാഞ്ഞ്? നിങ്ങളെ പലർക്കും പൊക്കാൻ പേടിയാ. ഉസ്താദെ, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇനി സ്വർഗത്തിലുണ്ടോ? എടാ, ഒരാള് ഹജ്ജിന് പോവാ, ഒരു നല്ല സമ്പന്നനായ ഒരു മനുഷ്യൻ ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുമ്പോ ഭാര്യയോട് ഭർത്താവ് മാത്രം പോവാ,
ഭർത്താവ് മാത്രം പോകുന്നു. അപ്പൊ ഒരാൾ ചോദിച്ചു, ഒരു ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എന്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകാത്ത? അവള് ഹജ്ജ് ചെയ്തിട്ടില്ല, ഒരുമിച്ച് പൊക്കൂടെ? ഇല്ല ഉസ്താദെ, ഞാൻ പോയിട്ട് വരാം. ഇയാൾ എത്ര പറഞ്ഞിട്ടും ഇങ്ങനെ തന്നെ പറയും. അപ്പൊ ചോദിച്ചു, വല്ല സാമ്പത്തിക പൈസയുടെ കാര്യമൊന്നുമല്ല ഉസ്താദ്. അവസാനം ചോദിച്ചു, എന്താ പ്രശ്നം? ഇവിടെ തന്നെ പറ്റണില്ല ഉസ്താദ്, ഇവളെയും കൊണ്ട് ആ മക്കത്തെങ്ങാണം പോയാ അവിടെ പോയി കിടന്ന് അടി കൂടണമല്ലോ. ഇത് നമ്മുടെ ചിന്ത. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ എന്തുകൊണ്ടാണെന്നറിയോ? ഈ ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ളത് എന്തെന്നറിയോ? ഈ ലോകത്തിലെ ഏറ്റവും സുഖം എന്തെന്നറിയോ? ഏറ്റവും മനോഹരമായ കാര്യം എന്തെന്നറിയോ? കുടുംബജീവിതമാണ്. കുടുംബജീവിതത്തെ പോലെ മനോഹരമായ ഒന്നും ഈ ദുനിയാവിലില്ല. അതാ നമ്മൾ പഠിക്കേണ്ടത്. ആദം നബി അലൈഹിസ്സലാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോകണം. ആഗ്രഹം ഉണ്ടാ? എന്ന് കൈവക്കിക്ക് പോകാൻ ആഗ്രഹമുള്ളവര് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്നാ സ്വർഗം കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ നിങ്ങൾക്കറിയാം, നമ്മുടെ ഉപ്പാപ്പയായ ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ കയറ്റി വിട്ടു. ആദം നബിയെ സ്വർഗത്തിൽ കയറ്റി വിട്ടു. ആദം നബി ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ തെക്ക് വടക്ക് നടക്കാം, അങ്ങോട്ട് ഇങ്ങനെ സ്വർഗത്തിൽ കൂടെ ഉലാത്തിക്കൊണ്ട് നടക്ക. പഴമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കഷ്ടപ്പാടില്ല. ആദം നബി ഇങ്ങനെ സുഖിച്ച് നടക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയോട് ചോദിച്ചു, എന്തേ ആദമേ, എങ്ങനുണ്ട്? ഒരു സുഖം, എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ ആദമേ നിനക്ക്, എന്ത് പറ്റി ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ആദം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാ. എവിടെ? സ്വർഗത്തിൽ. സ്വർഗത്തിലൂടെ ആദം നബി നടക്കുമ്പോഴാ അല്ല ചോദിക്കണേ, എന്താ നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല അല്ലാ. ഹവ്വാ റളിയല്ലാഹു തആല ഉമ്മുമ്മയെ എടുത്ത് അങ്ങോട്ട് കൊടുത്തപ്പോഴാ ആദം നബിക്ക് സന്തോഷം വന്നേ. പെണ്ണ് കെട്ടിയപ്പോഴാടാ മോനെ ആദം നബിക്ക് സന്തോഷം വന്നേ. എല്ലാരും ചോദിക്കുമല്ലേ, എന്തിനാ പെണ്ണ് കെട്ടണേന്ന്? എടാ, പെണ്ണ് കെട്ടിയ അവന് 3 നന്മയുണ്ടാകും. കല്യാണം കഴിക്കുന്നവന്റെ ജീവിതത്തിൽ 3 ഗുണമുണ്ടാകും. അതിലെ ഒന്നാമത്തെ ഗുണം, അവന് സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് കിട്ടും? പെണ്ണ് കെട്ടിയ എന്ത് കിട്ടും? നിങ്ങളുടെ നാവ് കൊണ്ട് പറ, കേൾക്കാനുള്ള കൊതി കൊണ്ട് എന്ത് കിട്ടും? ഉസ്താദെ, എന്നാണോ കെട്ടിയത് അന്നത്തോടെ സമാധാനം പോയെന്നാ നമ്മൾ പറയാ. എന്നാണോ പെണ്ണ് കെട്ടിയത് അന്നത്തോടുകൂടി പോയി. അപ്പൊ ഖുർആൻ പറഞ്ഞത് തെറ്റല്ല, ഖുർആൻ പറഞ്ഞത് ശരിയാ. പെണ്ണ് കെട്ടിയ സമാധാനം കിട്ടും. വിവാഹം കഴിച്ച സമാധാനമുണ്ട്. നിന്റെ സമാധാനം പോയെങ്കിൽ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാ. നിന്റെ ജീവിതം നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാ. ഖുർആനും ഹദീസും പറഞ്ഞ രീതിയിൽ ജീവിച്ചാൽ മരിക്കുന്ന കാലം വരെ ലൗബേഴ്സായി, ലൗ ജോഡികളായി നടക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പരസ്പരം തമ്മിലടിച്ചും വഴക്കുണ്ടാക്കിയും തീർക്കരുത്. ഭാര്യയെ തല്ലുന്നത് ആണത്വമല്ല. ഒരു പാവപ്പെട്ട പെണ്ണിനെ ഇട്ട് തല്ലുന്നത് ആണത്തമല്ല, തന്റെ ഇടമല്ല. ഇന്നലെ 2 കൊടുത്തറാന്ന് പറയും കൂട്ടുകാരോട്. ഇന്നലെ അവളെ ഞാൻ ചേർത്തങ്ങിട്ട് നിർത്തി. എന്താ അന്തസ്സോടാ പറയണേ? പാവപ്പെട്ട ഒരുത്തിയെ വീട്ടിൽ കൊണ്ടുവന്ന് തല്ലിയിട്ട് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കിട്ടാത്തതിന്റെ കാരണം പഠിക്കണം. പെണ്ണിനെ അറിയണം. പെണ്ണ് കിട്ടിയാ പോരാ, കൂടെ കടന്നാ പോരാ, ചെലവിന് കൊടുത്താ പോരാ. പെണ്ണ് ആരാണെന്ന് പഠിക്കണം. പെണ്ണിന് ചില സ്വഭാവമുണ്ട്. ആണുങ്ങളുടെയൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, പെണ്ണ് കെട്ടണ ഏത് ആണിന്റെയും ആഗ്രഹമാ, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. ഇല്ലേ? എല്ലാ ഭർത്താക്കന്മാരുടെയും ആഗ്രഹമാണ്, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. നീ കേറി നിൽക്കും, ഒരു കാലത്ത് നിന്റെ പെണ്ണുപിള്ള കേറി നിൽക്കില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലോകത്ത് നമ്മൾ വരച്ചിട്ട് നമ്മൾ കയറി നിൽക്കണമല്ലാതെ ഒരാണിനും തന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. കാരണം അത് പെണ്ണങ്ങനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും ആയിഷ ബീവി ചൂടാവുമായിരുന്നു. മുത്തി നബിയോട് പോലും പ്രവാചകൻ കൊണ്ടുകൊടുത്ത കറിപ്പാത്രം എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷ ബീവി. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിണങ്ങിയിട്ടുണ്ട്. എന്താ ചരിത്രം വായിക്കേണ്ടത്? ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിണങ്ങി നടന്നിട്ടുണ്ട്. പക്ഷേ എത്രയുള്ളൂ ഭാര്യയും ഭർത്താവും? ഒരു ചരിത്രം അറിയോ? നബിയും ആയിഷ ബീവിയും പിണങ്ങി, രണ്ടുപേരും മിണ്ടണില്ല. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ആയിഷ ബീവിയും നബി സല്ലല്ലാഹു ഈ ചങ്ങാതി ബക്കറ്റ് എടുത്തോണ്ട് നിൽക്കുന്നുണ്ട്. ഇത്തിരി കഴിയട്ടെ ഇൻഷാ അല്ലാഹ്. കാരണം ബക്കറ്റ് എടുത്ത ഓടുന്ന ഒരു കൗമുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാ, വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കല്ല. ആയിഷ ബീവിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിണങ്ങി, രണ്ടുപേരും മിണ്ടണില്ല. അപ്പൊ മസ്ലഹത്തിന് ആരാ വന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വാപ്പ അല്ലേ? ആയിഷ ബീവിയുടെ വാപ്പയുമാണ്, മുത്തി നബിയുടെ കൂട്ടുകാരനുമാണ്.
അങ്ങനെ വീട്ടിനകത്ത് കയറി വന്നു. എന്താണ് വിഷയം? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നീ പറ ആദ്യം പ്രശ്നം എന്താന്ന് വെച്ചാ. മുൻഗണനയാ, ആദ്യം നീ പറ എന്നിട്ട് ഞാൻ പറയാം. നമ്മൾ അങ്ങനല്ല, ഞാൻ പറയും നീ കേൾക്കണം, ഞാൻ പറയും നീ കേൾക്കണം, അല്ലേ? പെണ്ണിന്റെ വീട്ടുകാര് ആണിന്റെ വീട്ടുകാര് പറയണത് കേട്ടോണം, ഇല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ പറ. ആയിഷ ബീവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്തോ ഒരു വാക്ക് പറഞ്ഞു, പറയാൻ പാടില്ലാത്തൊരു വാക്ക്, എന്തോ ഒരു വാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തോ ഒരു വാക്ക് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സഹിച്ചില്ല, കൊടുത്ത് ആയിഷയുടെ മുഖത്ത്. അള്ളാഹുവിന്റെ പ്രവാചകന് എന്തോ ഒരു വാക്ക് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ എഴുന്നേറ്റിട്ട് വാപ്പ മോളെ തല്ലി. ആയിഷ ബീവി റളിയല്ലാഹു തആല എനിക്ക് താങ്ങാൻ പറ്റിയില്ല, ഭർത്താവിന്റെ മുന്നിൽ വെച്ച് വാപ്പ തല്ലി. കരയാൻ തുടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു തആല കരയാൻ തുടങ്ങി. തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ മുത്തുനബി ആയിഷ ബീവി അടുത്തേക്ക് പിടിച്ചു നിർത്തിയിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാൻ വന്നാ പറയണം, എന്തിനാ എന്റെ ഭാര്യയെ തല്ലിയേ? പെട്ടു. അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്നപ്പോ എന്റെ ഭാര്യ എന്തിനാ തല്ലിയേ? എന്റെ പ്രിയപ്പെട്ടവര്, ഇത്രയേ ഉള്ളൂ. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം സർവ്വതും. ഇത് കണ്ണുനീര് കുടിപ്പിക്കുന്നവൻ എന്തോ തീരാനാ? അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വിവാഹം കഴിച്ചപ്പോ എന്റെ ഭാര്യ സുമയ്യ, അവൾ എന്റെ കൂടെ ഹിജ്റ ചെയ്തു വന്നവളാണ്. എടാ, ഞാൻ എന്റെ ഭാര്യ, നമ്മൾ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോ അവളുടെ വാപ്പ പോയി, അവളുടെ ഉമ്മ, അവളുടെ കൂടപ്പറപ്പ്, അവളുടെ വീട്, അവളുടെ നാട്, അവളുടെ കൂട്ടുകാര്, അവരുടെ കുടുംബക്കാര്, ജനിച്ചു വളർന്ന നാട് ഉപേക്ഷിച്ചിട്ട് ഇന്നു മുതൽ പുതിയ വാപ്പ, പുതിയ ഉമ്മ, പുതിയ കൂടപ്പറപ്പ്, പുതിയ വീട്, പുതിയ നാട്, പുതിയ കുടുംബക്കാർ, സർവ്വതും വിട്ടറിഞ്ഞ് ഹിജ്റ ചെയ്ത് വന്നവളാ നമ്മുടെ ഭാര്യ. സർവ്വതും കളഞ്ഞിട്ട് അവളുടെ ഇന്നു മുതൽ നിന്റെ ഉപ്പ അവളുടെ ഉപ്പ, നിന്റെ ഉമ്മ അവളുടെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ് അവളുടെ കൂടപ്പറപ്പ്, നിന്റെ വീട് അവളുടെ വീട്, നിന്റെ നാട് അവളുടെ നാട്, നിന്റെ കുടുംബക്കാർ അവളുടെയും കുടുംബക്കാര്, സർവ്വതും ഉപേക്ഷിച്ച് ഹിജ്റ ചെയ്ത് നിന്റെ വീട്ടിൽ വന്നവളെ കണ്ണുനീര് കുടിപ്പിച്ച നീ നേരെയാകുമോ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റുഖിയ എന്ന് പറയുന്ന പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുത്തു ഉസ്മാൻ തങ്ങൾക്ക്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വിവാഹം കഴിച്ചു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, റുഖിയ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് രോഗം വന്നു. ബദർ യുദ്ധത്തിന് പോകാൻ തയ്യാറെടുക്കുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഉസ്മാനെ നീ വരണ്ട, നീ ബദരീങ്ങളിൽ പെട്ടവനാ, നീ നിന്റെ ഭാര്യയുടെ അടുക്കൽ പോയിരിക്ക്, നിന്റെ ഭാര്യക്ക് നീ ഖിദ്മത്ത് ചെയ്യ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു വിട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞു വരുമ്പോ തന്റെ പൊന്നുമകളും മരണപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ടാമത്തെ മകളെയും കെട്ടിച്ചു കൊടുത്തു. നിങ്ങൾ ആലോചിക്ക്, ഉമ്മു കുൽസും റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ ഉമ്മു കുൽസും മരണപ്പെട്ടു. നിങ്ങൾ ചിന്തിക്ക്, സാധാരണ ഒരാൾ പെണ്ണ് കെട്ടി, ആ പെണ്ണ് മരിച്ചു, രണ്ടാമതൊന്നിനെ കെട്ടി, അതും മരിച്ചു, പിന്നെ ആരെങ്കിലും പെണ്ണ് കൊടുക്കോ? എടാ, ഭാര്യ മരിച്ചു, രണ്ടാമതും മരിച്ചു, രണ്ടു ഭാര്യമാരും കെട്ടുന്ന രണ്ട് ഭാര്യമാരും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അവന് വാഴൂല, പേടിയാ. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എനിക്കിനി ഒരു മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉസ്മാനെ നിനക്ക് തന്നെ ഞാൻ കെട്ടിച്ചു തരും. എനിക്കൊരു മകള് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടിയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ ജീവിതം അങ്ങനെയായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയ ദിന്നൂറൈൻ, രണ്ട് പ്രകാശങ്ങളുടെ ഉടമ ഉസ്മാൻ തങ്ങളുടെ പ്രത്യേകതയായിരുന്നു. വിശദീകരിക്കുന്നില്ല. നാലാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? അല്ലാഹുവിനെ വല്ലാത്ത ഭയവാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. ഭയമായിരുന്നു പടച്ചവര്, അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. അല്ലാഹുവിനെ ഭയന്നുകൊണ്ടാണ് ദുനിയാവിൽ ജീവിച്ചിരുന്നത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ,
വല്ലാത്ത പേടിയാ. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും കള്ളു കുടിക്കാത്ത സഹാബിയാ. ജീവിതത്തിൽ ഒരിക്കൽ പോലും പടച്ചവനെ ജാഹിലിയ കാലഘട്ടം, ആ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രങ്ങൾ പറയുന്നത് വാപ്പ മരിക്കാൻ സമയത്ത് മക്കളോട് വസിയത്ത് ചെയ്യുമായിരുന്നു. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുണ്ടല്ലോ, മരിക്കുന്ന സമയത്ത് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയും, മക്കളെ വാപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ കബറടക്കുമ്പോ മുന്തിരിയുടെ തൈ വേണം എന്റെ തലയുടെ ഭാഗത്ത് നടാൻ. കബറിന്റെ മുകളിൽ നടണ്ട ചെടി ഏതെന്നറിയുമോ? നിങ്ങൾ മുന്തിരിയുടെ ചെടി നടണേ. കാരണം എന്തെന്നറിയുമോ? ആ മുന്തിരിയുടെ വേരുണ്ടല്ലോ, അതിന്റെ വളമിങ്ങനെ വലിച്ചെടുക്കുമ്പോ ആ മുന്തിരി കള്ളിന്റെ ഒരു സുഖം നിങ്ങൾക്ക് കിട്ടുമല്ലോ. മരിച്ച കബറടക്കുന്ന സമയത്ത് പോലും കബറിന്റെ മുകളിൽ മുന്തിരി നടണമെന്ന് പറഞ്ഞു കൊടുത്ത ജാഹിലിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പോലും കള്ള് കുടിക്കാത്ത മനുഷ്യരാ. വല്ലാത്ത പേടിയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? കബർ കണ്ടു കഴിഞ്ഞാൽ, കബറിനെ കുറിച്ച് പറഞ്ഞാൽ, കബർ കണ്ട ഉസ്മാൻ തങ്ങൾ കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു. ഉസ്മാൻ തങ്ങൾ കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു. പടച്ചവരെ, സ്വഹാബത്ത് അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഉസ്മാൻ തങ്ങളെ എന്തേ കബർ കാണുമ്പോ കരയുന്നത്? നരകം പറയുമ്പോ കരയാറില്ലല്ലോ, മഹ്ശറ പറയുമ്പോ കരയാറില്ലല്ലോ, വിചാരണയെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ, നരകത്തിന്റെ ശിക്ഷയെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ, സിറാത്തിനെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ, മരണത്തെ കുറിച്ച് പറയുമ്പോ കരയാറില്ലല്ലോ. എന്തുകൊണ്ടാണ് കബറിനെ കുറിച്ച് പറയുമ്പോ കരയുന്നത്? എന്തിനാണ്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കണ്ടു കഴിഞ്ഞാൽ കരഞ്ഞ് താഴെ വീഴുകയാ, തളർന്നു വീഴുകയാ. കാരണം പടച്ചവനെ, സ്വഹാബത്ത് അവിടെന്ന് ചോദിച്ചു, കാരണമെന്താ? എന്തുകൊണ്ടാണ് ഖബറിനെ കുറിച്ച് പറയുമ്പോ ഖബർ കാണുമ്പോ കരയുന്നത് എന്തിനാ? മോനെ കരയണമടാ. ഖബറിനെ കാണുമ്പോ കരയാറുള്ള കാരണം എന്താ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ഒരാള് ഖബറിന്റെ അകത്ത് രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും രക്ഷപ്പെടുകയാണ്. ഒരാള് ഖബറിന്റെ അകത്ത് പരാജയപ്പെട്ടാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെടുകയാണ്. എന്തേ ഖബർ എന്ന് പറഞ്ഞാൽ? പേടിക്കണം ബാപ്പമാര്, പേടിക്കണം ബാപ്പമാര്, കരയണമടാ ചെറുപ്പക്കാരാ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബിയതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കിടക്കും മറുകരാ. ഖബർ കാണുമ്പോ കരയാൻ പറയുന്നത് എന്തിനെന്നറിയോ? നിനക്കതിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടോ, ആ ഖബറിനെ കുറിച്ച് നിനക്കറിയാത്തത് കൊണ്ടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തെന്നറിയുമോ? ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ കിലാ കിലാ വലാ ശരിബ സുർബാ ഇല്ലാ വഹുവ യബ്കീ വയദ്രിബു അലാ സദരി. ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് നീ എങ്ങാണം അറിഞ്ഞിരുന്നെങ്കിൽ, ചിരിക്കുന്നത് പോയിട്ട്, കളിക്കുന്നത് പോയിട്ട്, സുഖിക്കുന്നത് പോയിട്ട്, കഴിക്കാൻ ഭക്ഷണം മുന്നിൽ കൊണ്ടുവച്ചാ തിന്നുന്നതിന് മുമ്പ്, കുടിക്കുന്നതിന് മുമ്പ് വയദ്രിബു അലാ സദരി, നെഞ്ച
നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവുമടാ ചെറുപ്പക്കാരാ. നെഞ്ചത്തടിച്ച് കരയാതെ നിനക്ക് കടിക്കാൻ കഴിയില്ല. അത്രയും ഭയാനകമാണ്. ഖബറിനെ കുറിച്ച് പറയുമ്പോ കരയേണ്ടതെന്തെന്നറിയോ? നീ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു ദിവസം പടച്ചവരെ പകല് സമയത്ത് ഒറ്റയ്ക്ക് വീടിന്റെ റൂമിന്റെ അകത്ത് ഫാനണച്ചിട്ട് എന്തിനാ ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളെ വീട്ടിലേക്ക് പോയി, എന്നിട്ട് വീടിന്റെ റൂമിന്റെ അകത്ത് എല്ലാവരും കേറി, നിങ്ങൾ ആരെങ്കിലും പടച്ചവരെ വീടിന്റെ റൂമിന്റെ അകത്ത് ലൈറ്റ് അണച്ചിട്ട് ഫാനണച്ചിട്ട് ഒരു 5 മിനിറ്റ് നിന്റെ റൂമിന്റെ അകത്തിരിക്കാനുള്ള ധൈര്യമുണ്ടോ മോരെ? പേടിയാടാ, പേടിയാ. ശരീരം വിയർക്കുകയാ, ശരീരം തളരുകയാ. അടുത്ത റൂമിൽ നിന്റെ കുടുംബക്കാര് കിടക്കുന്നുണ്ട്, അയൽവാസികൾ വീടിന്റെ ചുറ്റുഭാഗത്തുണ്ട്. എന്നിട്ടും നിനക്ക് ഒറ്റയ്ക്കിരിക്കാ പേടിയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നീ നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. ഇവിടെ പറയുന്ന സിറാജുണ്ടല്ലോ, എന്റെ ഉപ്പയുണ്ട്, എന്റെ ഉമ്മയുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ മക്കളുണ്ട്, എന്റെ കൂടപ്പിറപ്പുണ്ട്, എന്റെ കുടുംബക്കാരുണ്ട്, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പടച്ചവനെ, സിറാജ് ദുനിയാവിൽ ഒറ്റയ്ക്കല്ല. ഇനി നാളെ പരലോകത്ത് പോകുമല്ലോ. 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ അനുയായികൾ മുഴുവനും പരലോകത്തുണ്ടാകും. അള്ളാന്റെ കോടതിയിൽ ഞാൻ മാത്രമല്ല, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ കാണുമല്ലോ. ഇനി അല്ലാഹു എനിക്ക് സ്വർഗം നൽകിയ അല്ലാഹുവേ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഞാൻ സ്വർഗത്തിൽ നടക്കുമല്ലോ. അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ല. ഇനി എങ്ങാണം പടച്ചവനെന്ന നരകത്തിൽ വലിച്ചെറിഞ്ഞ അവിടെയും ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. കള്ളുകുടിയന്മാരെ കാണുമല്ലോ, വ്യഭിചാരികളെ കാണുമല്ലോ, പലിശ തിന്നവര് കാണുമല്ലോ, ഇബ്ലീസ് കാണുമല്ലോ, ശിർക്ക് ചെയ്തവരെ കാണുമല്ലോ. അവിടെയും എനിക്ക് കൂട്ടുണ്ടല്ലോ. പക്ഷേ എന്നാറടി മണ്ണിലെ കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് ഇറക്കി വെക്കുമ്പോ എന്റെ ഉപ്പ വരില്ലല്ലോ, എന്റെ ഉമ്മ വരില്ലല്ലോ, എന്റെ ഭാര്യ വരില്ലല്ലോ, എന്റെ മക്കള് വരില്ലല്ലോ, എന്റെ കൂടപ്പിറപ്പ് വരില്ലല്ലോ, എന്റെ കൂടെ എന്റെ കൂട്ടുകാര് വരില്ലല്ലോ, എന്റെ കുടുംബക്കാര് വരില്ലല്ലോ. ഖിയാമത്ത് നാള് വരെ പള്ളിപ്പറമ്പിൽ സിറാജ് ഒറ്റയ്ക്കാ. ഒറ്റയ്ക്ക് കിടന്ന് ശീലമില്ലാത്തവനല്ലേ പടച്ചവനെ, എങ്ങനെ കിടക്കുമടാ ചെറുപ്പക്കാരാ? അതുകൊണ്ടാ കരയാൻ പറഞ്ഞത്, അതുകൊണ്ടാ കരയാൻ പറഞ്ഞത്. പലതും ചെയ്യുമ്പോ നിനക്ക് ചിന്ത വേണമടാ. അഹങ്കാരിയെ പോലെ നെഞ്ചു വിളിച്ചുകൊണ്ട് ഈ ഭൂമിയിലൂടെ നടക്കുമ്പോ നിന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്ത വരുമ്പോ, മറ്റുള്ളവരെ ചവിട്ടി തേക്കുമ്പോ, മറ്റുള്ളവരെ പുച്ഛിച്ച് തള്ളുമ്പോ, പലരെയും കളിയാക്കുമ്പോ ഈ ബോധം നിനക്ക് വേണമടാ. നീ ഖബറിന്റെ അകത്ത് പോയി കിടക്കണ്ടവനല്ലേ. ഒന്നും പൊരുത്തം ചോദിക്കാൻ സമയം കിട്ടില്ലല്ലോ. നമ്മൾ ആക്ഷേപിക്കുകയാണ്, പലരെയും പരിഹസിക്കുകയാണ്. എന്നിട്ട് പറയും, ഉസ്താദ് അവൻ ചെയ്തതല്ലേ പറഞ്ഞത്, അവൻ ചെയ്തതല്ലേ പറഞ്ഞത്. നിനക്കെന്ത് അവകാശമാടാ? ഒരാള് ചെയ്ത കാര്യം പറയാ നിനക്കെന്ത് അവകാശമാ? എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, ഒന്ന് പൊരുത്തം ചോദിക്കാൻ നിനക്ക് സമയം കിട്ടണമെന്നില്ല. പള്ളിപ്പറമ്പിലെ കബറ് പറയുന്നുണ്ട്, അല്ലാഹുവേ എടാ ഞാൻ
ഏകാന്തതയുടെ വീടാ മോനെ, എന്റെ വീടിന്റെ അകത്ത് പാമ്പുകളും തേളുകളും ഉണ്ടടാ. അതാകവേ കബറിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഉസ്മാൻ തങ്ങൾ കരയാനുള്ള കാരണം അതാ. കബറിനെ കുറിച്ച് പറഞ്ഞാൽ അവിടെന്ന് പേടിക്കുമായിരുന്നു, കബറ് കണ്ടാ കരയുമായിരുന്നു. അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. പക്ഷേ ആ സ്വഹാബി ആരാ? പടച്ചവനെ, പതിനീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് ഉസ്മാൻ തങ്ങൾ. സ്വർഗ്ഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വഹാബി. സുമ്മരിളാ അന്നബി ബക്കറിൻ വഅൻ ഉമരി വഅൻ അലിയും വഅന ഉസ്മാൻ ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈരിൻ ത്വൽഹത്തിൻ വഅബി ഉബൈദത വബിനു ഫിൽ ആസിദിൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ. വ്യഭിചരിക്കുന്നവന് വ്യഭിചരിക്കുകയാണ്, പലിശ തിന്നുന്നവന് പലിശ തിന്നുകയാണ്. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് വിളിക്കുകയാ, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാൽ കേറൂല, ഞാൻ നമസ്കരിക്കില്ല. അത് പ്രായമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതാ, അത് ഉസ്താദന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ. ആര് പറഞ്ഞാലും ഞാൻ എന്റെ നവ്രത്ത് മറക്കൂല, ഞാൻ എന്റെ തല തുറന്നിട്ടുകൊണ്ട് നടക്കും, എനിക്ക് തോന്നുന്നത് പോലെ ഞാൻ ജീവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരോ, നിന്നെ നന്നാക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞിട്ട് അനുസരിക്കാത്തവരോട് നിനക്ക് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അല്ലാഹുവേ, സ്വന്തം ഇഷ്ടപ്രകാരം കണ്ടവന്റെ കൂടെ കിടപ്പറ പങ്കിട്ടാൽ അതിന് കേസില്ലാത്ത രാജ്യമാണ്. വേണമെങ്കിലും ചെയ്യാ. ഉസ്താദന്മാര് പറഞ്ഞാൽ പെണ്ണുങ്ങളെ അവഹേളിച്ചെന്ന് പറഞ്ഞ് നാണം കെടുത്താൽ കേസ് കൊടുക്കാൻ ആള് വരുന്ന കാലമാ. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്തടിച്ചു പൊളിക്കണമെങ്കിലും പൊളിച്ചോ. പക്ഷേ ഒറ്റായത്തിനാ പറഞ്ഞു തരാ, എന്റെ ചെറുപ്പക്കാരോട്, എന്റെ പെങ്ങന്മാരോട്, പ്രത്യേകിച്ച് കോളേജുകളിൽ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം. മാതാപിതാക്കളില്ലാതെ വരുമ്പോ, കൂടപ്പിറപ്പുകളില്ലാതെ വരുമ്പോ, മംഗലാപുരത്തിന്റെ ഹാദാമാളുകളിലും സിനിമാ തിയേറ്ററുകളിലും കാമുകന്റെ കരം പിടിച്ചുകൊണ്ട് ഫർദ ധരിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന പെങ്ങള്, നിന്നെ ഉപദേശിക്കുന്നവനെ കുറ്റം പെടുത്തുന്ന കാലമാ. അതുകൊണ്ട് ഒരേ ഒരായത്തിനാ പറഞ്ഞു തരാ. ഒരു പെണ്ണിനെ, ഒരു മോശമായ ഒരു ക്രിസ്ത്യാനിയായ പെണ്ണിനെ സ്നേഹിച്ചിട്ട് മതം മാറിപ്പോയ പരിശുദ്ധമായ ഖുർആൻ പഠിച്ച ഒരു സഹാബിയുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു. എന്നിട്ടൊരു ജൂത പെണ്ണിന്റെ ഗ്ലാമർ കണ്ടപ്പോ, ഒരു പെണ്ണിന്റെ തൊലിവെളുപ്പ് കണ്ടപ്പോ, അല്ലാഹുവിന്റെ മതം മാറിയാൽ, അല്ലാഹുവിന്റെ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് വന്നാൽ ഞാൻ നിന്റെ കൂടെ കിടക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞപ്പോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ വലിച്ചെറിഞ്ഞിട്ട് ഒരു തൊലിവെളുപ്പുള്ള പെണ്ണിന്റെ കൂടെ കിടന്ന് സുഖിക്കുന്നതിന് വേണ്ടി ഹാഫിളായ സ്വഹാബി അവിടെ നിന്ന് മതം മാറുകയാ. അവസാനം ആ മനുഷ്യനെ കണ്ടപ്പോ, പഴയ ഒരു കൂട്ടുകാരൻ കണ്ടപ്പോ അവിടെ നിന്ന് ചോദിച്ചു, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് നീ ഖുർആൻ മുഴുവനും പഠിച്ചവനല്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളല്ലേ, നിനക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ, ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? ആ ഹാഫിളായ മനുഷ്യൻ പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനിലെ 114 അധ്യായങ്ങൾ, 6600 പരം വരുന്ന ആയത്തുകൾ ഒന്നേ ഓർമ്മയുള്ളൂ. സർവ്വതും ഞാൻ മറന്നുപോയി, സർവ്വതും ഞാൻ മറന്നുപോയി. എനിക്കൊരേ ഒരായത്തറിയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഏതായത്താ? മഞ്ചനാടി ഉറൂസിൽ കടന്നു വന്ന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് ഓർമ്മപ്പെടുത്താൻ ഒരേ ഒരായത്തേ ഉള്ളൂ. എന്തു മറന്നാലും മറക്കല്ലേ.
എന്തു മറന്നാലും മറക്കല്ലേ. തോന്നിവാസം കാണിക്കുമ്പോ, ആർഭാടങ്ങൾ കാണിക്കുമ്പോ, പണക്കൊഴുപ്പ് കാണിക്കുമ്പോ, സുഖത്തിന് വേണ്ടി ഏത് വൃത്തികേടുകളും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഖുർആനിൽ ഈ ആയത്ത് ഓർത്തു വെച്ചോ. യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതല്ല പറഞ്ഞതാടാ, സിറാജ് പറഞ്ഞതല്ല, ഉസ്താദന്മാര് പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാ. വതഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. കമ്മിറ്റിക്കാരാണെങ്കിലും രാഷ്ട്രീയക്കാരാണെങ്കിലും നേതാക്കന്മാരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഈ ആയത്ത് മറക്കല്ലേ. എവിടെ പോയാൽ, ഈ ദുനിയാവിന്റെ ഏത് മൂലയിൽ പോയാലും, ഏത് അധികാരത്തിന്റെ സോപാനങ്ങൾ കേറിപ്പോയാലും അവസാനം വരുമടാ എന്റെ മുന്നിലേക്ക് വരണ്ടവനാ. എവിടെ പോയാലും ഒരു ദിവസം എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരുമടാ. ഇതൊരു ഭീഷണിയാ, ഇതൊരു ഭീഷണിയാ, ഇതൊരു ഓർമ്മപ്പെടുത്തലാ, ഇതൊരു താക്കീതാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്. അഹങ്കാരികളാകരുത്. തെറ്റ് ചെയ്യാനുള്ള തെറ്റ് ചെയ്യാനുള്ള എല്ലാ സമയവും ഇപ്പോഴുണ്ട്. പിഴപ്പിക്കാൻ 100 പേരുണ്ട്. ഫ്രീ ആയിട്ട് കള്ളു വാങ്ങി തരാൻ ആളുണ്ട്, കഞ്ചാവ് തരാൻ ആളുണ്ട്. വാടാ എന്റെ മോഹം സാധിച്ചതാടാ എന്ന് പറഞ്ഞുകൊണ്ട് റൂം തയ്യാറാക്കിയിട്ട് വിളിക്കുന്ന പെണ്ണുങ്ങളുടെ കാലമാ. അല്ലാഹു പറയുകയാ, നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുത്തവന് സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ട്, നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമുണ്ട്. അല്ലാഹുവേ, നന്മകൾ ചെയ്യുന്നവർക്കൊരു സ്വർഗമുണ്ട്. എങ്കിലും തെറ്റ് ചെയ്യാൻ സമയം കിട്ടുമ്പോ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, പാപം ചെയ്യാൻ ക്ഷണിക്കുമ്പോ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, 2 സ്വർഗമുണ്ട്, 2 സ്വർഗം തരാ. നിസ്കരിക്കുന്നവനല്ല, ഖുർആൻ ഓതുന്നവനല്ല, പള്ളി കെട്ടി കൊടുത്തവനല്ല, വഅദ് പറയുന്നവനല്ല, നോമ്പ് പിടിക്കുന്നവർക്കല്ല. അല്ലാഹു പറയുകയാണ്, ഞാൻ 2 സ്വർഗം നൽകാ. ആർക്കും അറിയുമോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ, വ്യഭിചരിക്കാൻ അവസരം കിട്ടുമ്പോ, സുന്ദരിയായ പെണ്ണ് കെട്ടിപ്പിടിച്ച നഗ്നചിത്രങ്ങൾ അയച്ചു തന്നിട്ട് വാടാ എന്റെ മോഹമൊന്ന് സാധിച്ചതാടാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോ നീ പറയണം, മിന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാ. കള്ള് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ്, കഞ്ചാവ് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് കൂട്ടുകാര് 5 പൈസയും തരണ്ടടാ ഇന്ന എന്ന് പറഞ്ഞു തരുമ്പോ എനിക്ക് അല്ലാഹുവിനെ പേടിയാ. മംഗലാപുരത്ത് കോളേജിൽ പഠിക്കാൻ പോകുമ്പോ കാമുകം പറയുന്നു, ആരും അറിയില്ല. ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് എന്റെ ബൈക്കിന്റെ പുറകിൽ കയറി പന്നാൽ ഒരാൾക്കും നിന്നെ തിരിച്ചറിയാൻ കഴിയില്ലല്ലോ. ആ പെണ്ണെ എന്ന് വിളിക്കുമ്പോ അവനോട് പറയണം, ഇന്നീ അഖാഫുല്ലാഹ്, ആര് കണ്ടില്ലെങ്കിലും എന്റെ അല്ല കാണുമല്ലോ, ആര് കണ്ടില്ലെങ്കിലും എന്റെ റബ്ബ് കാണുമല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉസ്മാൻ തങ്ങൾക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, പേടിച്ച് ജീവിച്ച സ്വഹാബിയാ. അതുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോട് പറയുകയാണ്, ഈ ദുനിയാവിലെ ജീവിതത്തില് അല്ലാഹുവിനെ ഭയക്കണേ, അല്ലാഹുവിനെ പേടിക്കണേ. ഖബർ കണ്ടാ കരയടേ, ഖബർ കണ്ടാ കരയടേ. 6 അടി മണ്ണിലെ ഖബറിലേക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു വെക്കടേ. അല്ലാഹുവേ, ഞങ്ങളുടെ മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്.
ഏകാന്തതയുടെ വീടിനകത്ത് ഞങ്ങൾക്ക് നീ സ്വർഗ കവാടം തുറക്കണേ അല്ലാ. സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരികയാ. ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയാണ്. പടച്ചവനെ, ഒരാൾ പോലും വെറുതെ ഇരിക്കരുത്. അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഈ മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ട്. 3 വയസ്സുള്ള ഒരു കുഞ്ഞ് കിടക്കുന്നുണ്ട്. വാപ്പ വിളിച്ചിട്ട് കരയുന്ന ഉസ്താദേ, എന്റെ കുഞ്ഞിന് ക്യാൻസറാ, എന്റെ കുഞ്ഞിന് ക്യാൻസറാ. ഉസ്താദേ ദുആ ചെയ്യടേ. 3 വയസ്സുള്ള ഒരു ചെറിയ കുഞ്ഞാണ് ഉപ്പാ. ഇന്നും ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീട്ടില് സ്ഥലത്തുള്ള ഒരു മുസദാ മൻസൂർ എന്ന് പറയുന്ന സഹോദരൻ വിളിച്ചിട്ട് തന്റെ കുടുംബത്തിലെ ഒരു പെങ്ങളെ കുറിച്ച് പറയുകയാ, ഉസ്താദേ ദുആ ചെയ്യടേ, ചെയ്താലും വളരെ ഡേഞ്ചർ ആയിരിക്കുകയാണ്. ക്യാൻസർ പനി പടരുന്നത് പോലെ പടരുന്ന കാലമാ. ട്യൂമർ വരുന്നില്ലേ, കരളുകളും കിഡ്നികളും അടിച്ചു പോകുന്നില്ലേ, ഏതെങ്കിലും ഒരു മാരകമായ രോഗത്തിന്റെ അണുക്കൾ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ടോ എന്നറിയില്ലല്ലോ. സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്നല്ലേ ഇത് മുത്തിനബി പറഞ്ഞ വാക്കല്ലേ. മുത്തിനബി കള്ളം പറയാറില്ലല്ലോ. അതുകൊണ്ട് ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ മനസ്സിലൊരു നിയ്യത്ത് ചെയ്യ്. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും എനിക്ക് തരല്ലേ അല്ലാ. ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കള് എന്റെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട്, ഈ മഹാനിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഒരു പനിയാക്കി മാറ്റണേ അല്ലാ. കരിച്ചു കളയണേ അല്ലാ. അതുകൊണ്ടൊരു സദഖ എടുത്തോ. തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നുണ്ട്. കൊടുത്താ നിനക്ക് അനുകൂലമായി ദുആ ചെയ്യുകയാ, നിനക്ക് ബർക്കത്ത് കിട്ടാ ദുആ ചെയ്യുകയാ. കൊടുക്കാതെ മടിച്ചാ, കൊടുക്കാതെ ഉറക്കം നടിച്ചാ നിനക്കെതിരായി ദുആ ചെയ്യുകയോ. അല്ലാഹുവേ, മലക്കുകൾ അനുകൂലമായി ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. എല്ലാവരും പോക്കറ്റിൽ കൈയിട്. പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇട്. ഇട്ടതിന്റെ പ്രതിഫലെങ്കിലും കിട്ടും. എല്ലാവരും ഒന്ന് പോക്കറ്റ് കൈയിട്. ഒന്ന് കൈയിട് ചങ്ങാതി. എല്ലാവരും ML തരട്ടെ. അൽഹംദുലില്ലാ. ഇത് പിടിച്ചോ, അവിടുന്ന് കടം പിടിച്ചോ, കൊടുക്കും. കാതറിച്ചാന്ന് തരട്ടെ. അൽഹംദുലില്ലാ. കാതറിച്ചാന്ന് വിളിക്കണേ നിങ്ങൾ. ഇവിടെ എനിക്ക് ഞാൻ എടുത്തോ. ബിസ്മില്ലാ. 1000 നിങ്ങളുടേത്, 1000 എന്റേത്. ബിസ്മില്ലാ. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. അള്ളാഹു ആ പുഞ്ചിരി മരിക്കുന്നവരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരും എഴുന്നേറ്റ് ഓടരുത്. ഞാൻ നിർത്തുകയാ ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കയ്യിറോ, ഇട്. ഇല്ലെങ്കിൽ വിട്ടോ, ഇട്ടതിന്റെ പ്രതിഫലം. അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഉള്ള എല്ലാരും കൈയിട്ടാ. ഇത് ബക്കറ്റ് കൊണ്ടുപോകണ ചങ്ങാതിന്റെ MLA നമുക്ക് പതുക്കെ. നിങ്ങളുടെ ചങ്കല്ലേ, പിടിച്ചാ പോരെ. നിങ്ങളുടെ ചങ്കങ്ങൾ ചങ്കം കരളവല്ലേ. പിടിച്ചിരുത്തിയിട്ട് പള്ളിക്ക് കോളേജിന്റെ വരുമാനത്തിന് വേണ്ടി ഒരു പിടി പിടിച്ചു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. നിങ്ങൾ ചോദിച്ചാൽ തരണവരല്ലേ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാ. സയ്യിദ് അവറുകൾ ദുആ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. പ്രസംഗത്തിന് പ്രസക്തിയില്ല എങ്കിലും അൽഹംദുലില്ലാ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഇരിക്കുവോ? നിങ്ങളൊക്കെ ഇരിക്കുവോ? എന്തപ്പം മിണ്ടാതിരിക്കണേ, ഇരിക്കുവോ? ഒരു ഉസ്താദ് ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂറും കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. 2000 രൂപ വെച്ച് നിങ്ങൾ എല്ലാവരും ബുക്ക് ചെയ്യാം. അൽഹംദുലില്ലാ ഇത് ഖൈറാകും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ഒന്ന് വിട്ടേരെ ചങ്ങാതി, ഒന്ന് വിട്ടേരെ. അൽഹംദുലില്ലാ ഇത്
ഒന്ന് എഴുതിയപ്പോ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പേരൊന്ന് എഴുതി വെച്ചാൽ ഒന്ന് എഴുതിക്കോ നിങ്ങൾ. ഞാൻ ദുആ ചെയ്യാം, ഒന്ന് എഴുതിയാൽ മതി. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം നമ്മൾ പഠിക്കണം. ഉസ്മാൻ തങ്ങളുടെ മയ്യത്ത് പോലും കബറടക്കാൻ വളരെ പ്രയാസത്തിലാണ് കബറടക്കിയ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭരണാധികാരിയായി കയറി 6 കൊല്ലം ഒരു കുഴപ്പമില്ല. 6 വർഷക്കാലം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയായിട്ട് അവിടുന്ന് ഇങ്ങനെ ജനങ്ങൾക്ക് പരിപാലനം നടത്തിക്കൊണ്ടിരുന്നു. 6 കൊല്ലം കഴിഞ്ഞപ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. മുനാഫിക്കീങ്ങളാണ് ഇതിന്റെ മുൻപന്തിയിൽ നിന്നത്. മുനാഫിക്കീങ്ങൾ പടച്ചവനെ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് എതിരായിട്ട് അപവാദങ്ങൾ പറയാൻ തുടങ്ങി. അഴിമതിയാണ് ആരോപിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബക്കാർക്ക് സമ്പത്ത് അധികമായിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കുടുംബക്കാരെ മാത്രം പരിഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഴിമതി ആരോപണം നടത്തി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു യഥാർത്ഥത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആണ് 3ാമത്തെ ഖലീഫയാകേണ്ടത്. ഉസ്മാൻ അത് തട്ടിപ്പറിച്ച് വളഞ്ഞ വഴിയിലൂടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ മുനാഫിക്കീങ്ങൾ ആളെ കൂട്ടാൻ തുടങ്ങി. മുസ്ലിമീങ്ങളും അവരുടെ കൂടെ കൂടി. ഇസ്ലാമിലേക്ക് കടന്നു വന്ന പുതിയ മുസ്ലിമീങ്ങളായ ആൾക്കാരും ഇവരതിനകത്ത് പെട്ടുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടത്താൻ തുടങ്ങി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ജനങ്ങളെ കൂട്ടാൻ തുടങ്ങി, പ്രതിഷേധങ്ങൾ നടത്താൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നിരപരാധിയ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചവർക്ക് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്താണെന്ന് നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. മുസ്ലിമീങ്ങൾ തന്നെയാ കൊന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശത്രുക്കൾ മുഴുവനും അവിടെ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ ആരോപണങ്ങളും അഴിമതികളും അവിടെ നിന്ന് ആരോപിച്ചുകൊണ്ട് ജനങ്ങളെ കൂട്ടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ എവിടെ കണ്ടാലും കുത്തുവാക്കുകളും പരിഹാസങ്ങളും പറയുകയാ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും ഉസ്മാൻ തങ്ങൾ അവര് വല്ലാതെ പ്രയാസപ്പെടുത്തുകയാണ്. എന്റെ പ്രിയമുള്ള സഹോദര, ചരിത്രം എടുത്തു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവസാനം ഒരു സ്ഥലത്തും പോകാൻ അനുവദിക്കുന്നില്ല. ഉസ്മാൻ തങ്ങൾ അവര് തടങ്കലിലാക്കുകയാണ്. വീടിന്റെ തടങ്കലിൽ ഉസ്മാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ വീടിന്റെ പുറത്തിറങ്ങാൻ അനുവദിക്കാതെ അതാ മുനാഫിക്കീങ്ങളും പുറേ സഹോദരങ്ങളും ചില ആൾക്കാർ അവിടെ നിന്ന് വളയുകയാണ്. ശത്രുക്കൾ വീടിന് പുറത്തിറങ്ങാൻ പോലും ഉസ്മാൻ തങ്ങൾ അനുവദിക്കുന്നില്ല. അങ്ങനെ ഉസ്മാൻ തങ്ങൾ വീടിന്റെ തടങ്കലിലാണ്. പടച്ചവരെ, പുറത്തിറങ്ങാൻ അനുവദിക്കാതെ വീടിന്റെ അകത്തപടം നടച്ചിട്ടിരിക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവസാനം വീടിന്റെ പുറത്തിറങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വീട്ടിലേക്ക് ഭക്ഷണം കൊടുക്കാൻ അനുവദിക്കുന്നില്ല. അതാ എണ്ണ പോലും കൊടുക്കുന്നില്ല, വെള്ളം കൊടുക്കാതെ ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്ത് ഇങ്ങനെ അടച്ചിട്ടിരിക്കുകയാണ്, തടങ്കലിൽ ആക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് സ്വഹാബികളെ കടന്നു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ, ഇവർക്ക് അധികാരമല്ലേ വേണ്ടത്? ഇവർക്ക് അധികാരമല്ലേ വേണ്ടത്? നിങ്ങൾ നിരപരാധിയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇവർ ആരോപണം നടത്തുകയാണ്. അതുകൊണ്ട് ഈ അധികാരം അങ്ങ് നിങ്ങൾക്ക് കളഞ്ഞുകൂടെ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ സ്വഹാബികൾ വന്നിട്ട് പറഞ്ഞു, ശത്രുക്കൾ വീട്ട് തടങ്കലിലാക്കിയിരിക്കുക, പുറത്തിറങ്ങാൻ പറ്റൂല. ഉസ്മാൻ തങ്ങളെ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ തടങ്കലിലാക്കി. ഇപ്പൊ സഹാബികൾ വന്നിട്ട് ചോദിച്ചു, എന്തിനാ തങ്ങളെ ഈ അധികാരം? ഇവർക്ക് അധികാരമാണ് വേണ്ടതെങ്കിൽ കൊടുത്തുകൂടെ? എന്തിനാ ഇത്രയും പ്രയാസപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ ഇത്രയും ത്യാഗം സഹിക്കുന്നത്? ഈ അധികാരം വലിച്ചെറിഞ്ഞാൽ ഇവരുടെ പ്രശ്നം തീരുമല്ലോ. ഈ അധികാരം കൊടുത്തുകൂടെ?
ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എന്നോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറയുകയുണ്ടായി. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, യാ ഉസ്മാൻ, ഇന്നഹു ലഅല്ലല്ലാഹ യുഖമ്മിസുക ഖമീസാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കൊരു ഖമീസ് ധരിപ്പിക്കും ഉസ്മാൻ, നിനക്കൊരു ഖമീസ് അല്ലാഹു ധരിപ്പിക്കും ഉസ്മാൻ. ഫഇൻ അറാദൂക അലാ ഖലീ ഫലാ തഖ്ലഉഹു. അത് തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി, അത് ഊരുന്നതിന് വേണ്ടി പലരും വരും ഉസ്മാൻ, നീ അത് ഊരല്ലേ, നീ അത് ഊരി കൊടുക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, നിനക്ക് അല്ലാഹു ഒരു അധികാരം തരും, ആ അധികാരത്തെ തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി ശത്രുക്കൾ വരും, നീ ഒരിക്കലും ആ അധികാരം വിട്ടുകൊടുക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കൊണ്ടാണ്, അല്ലാതെ എനിക്ക് തൂങ്ങിക്കിടക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, എനിക്ക് ഈ അധികാരത്തിനോടുള്ള ആഗ്രഹം കൊണ്ടല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഈ അധികാരം ഒരിക്കലും തിരിച്ചു കൊടുക്കരുത്. ഇത് നിനക്ക് അല്ലാഹു തന്നതാണ്, ഇത് നിനക്ക് അല്ലാഹു തന്നതാണ്. നീ ക്ഷമിക്കണേ ഉസ്മാൻ, നീ ക്ഷമിക്കണേ ഉസ്മാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാന് തങ്ങളുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ഉസ്മാന് തങ്ങളുടെ ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആ രഹസ്യം കേട്ടപ്പോ ഉസ്മാന് തങ്ങൾ പൊട്ടിക്കരയുകയാ. സ്വഹാബത്തെ, അധികാര കസേരയിൽ ഇരിക്കാനുള്ള മോഹം കൊണ്ടല്ല, ആരൊക്കെ തട്ടിപ്പറിക്കാമെന്നാൽ ഈ അധികാരം വിട്ടുകൊടുക്കരുതെന്ന് മുത്തുനബി എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്വഹാബികൾ പറഞ്ഞു, സ്വഹാബികൾ അവിടെ നിന്ന് പറയുന്നു, ഉസ്മാന് തങ്ങളെ, എങ്കിലും ഞങ്ങൾക്ക് അനുവാദം താ, ഇവന്മാരെ മുഴുവനും ഇവിടെ നിന്ന് തല്ലിയോടിക്കാ. അങ്ങയുടെ വീട് വളർന്നിരിക്കുന്ന ഈ ശത്രുക്കളെ മുഴുവനും ഞങ്ങളെ തകർക്കാൻ തങ്ങള് ഒന്നധികാരം തരുമോ, ഒന്നനുവാദം തരുമോ? ഉസ്മാന് തങ്ങൾ പറഞ്ഞു, യുദ്ധം ഹറാമായ നാടാ, ഇവിടെ യുദ്ധം ഹറാമാക്കിയിട്ടുണ്ട്, ഇവിടെ യുദ്ധം ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ അവരെ ഒന്നും ചെയ്യണ്ട. സ്വഹാബികൾ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുകയാണ്. ഖലീഫ ഓർഡർ കൊടുക്കാതെ യുദ്ധം ചെയ്യാൻ പറ്റില്ലല്ലോ, വീട് മുഴുവനും വളഞ്ഞിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാന് തങ്ങളുടെ വീട് വളഞ്ഞു, ഭക്ഷണം വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല. ഉസ്മാന് തങ്ങൾ നോമ്പാ, 83 വയസ്സായി. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബേ 82 വയസ്സുള്ള വൃദ്ധനാ. വീട് വളഞ്ഞിരിക്കുന്നത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. ഇത് നമുക്കൊരു പാഠവാ, ഇത് നമുക്കൊരു പാഠവാ. പരസ്പരം കടന്ന് തമ്മിലടിക്കുന്ന മുസ്ലിമേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട് വളഞ്ഞിരിക്കുന്നത് മുസ്ലിമീങ്ങളുമുണ്ട്, മുനാഫിക്കീങ്ങളുമുണ്ട്. ഉസ്മാൻ നിങ്ങൾക്ക് 82 വയസ്സായി, പ്രായമായി, വീടിന്റെ അകത്തിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. ഉസ്മാൻ തങ്ങൾ നോമ്പുകാരനാണ്. പടച്ചവരെ, ഒരു ദിവസം പട്ടിണി നോമ്പ് പിടിച്ചു, പിറ്റേ ദിവസം നോമ്പ് തുറക്കാൻ സമയമായി, കുടിക്കാൻ പച്ചവെള്ളം പോലും ഉസ്മാൻ തങ്ങളുടെ വീടിന്റെ അകത്തില്ല, നോമ്പ് മുറിക്കാനൊന്നുമില്ല. അന്ന് രാത്രി മുഴുവനും പട്ടിണിയിരുന്നു. പിറ്റേ ദിവസവും രാവിലെ നോമ്പ് പിടിക്കാനും ഭക്ഷണമില്ല, കുടിക്കാൻ വെള്ളമില്ല. പടച്ചവനെ, വല്ലാത്ത പ്രയാസമാ. അന്ന് വൈകുന്നേര സമയമാകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യയുണ്ടല്ലോ, നായില റളിയല്ലാഹു തആല അൻഹാ, പടച്ചവനെ വീടിന്റെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി ഇത്തിരി വെള്ളം കുടിക്കാൻ കോരിക്കൊണ്ടുവരാൻ, ഇത്തിരി വെള്ളം കുടിക്കാൻ കോരിക്കൊണ്ടുവരാൻ ഉസ്മാൻ തങ്ങളുടെ ഭാര്യ നായില റളിയല്ലാഹു തആല അൻഹാ വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ ശത്രുക്കൾ അവിടെ നിന്ന് കളിയാക്കുകയാ. കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്കാൻ വന്നതാണ്,
ഉസ്മാനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ 35,000 ദിർഹം കൊടുത്തിട്ട് വെള്ളി നാണയം കൊടുത്തിട്ട് കിണർ വാങ്ങിക്കൊടുത്ത സഹാബിയാ. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി സമ്പാദ്യം മുഴുവനും കൊടുത്ത സ്വഹാബി. ആ സഹാബിയുടെ ഭാര്യ കുടിക്കുന്നതിന് വേണ്ടി അല്പം വെള്ളം എടുക്കാൻ വെളിയിലിറങ്ങിയപ്പോ ശത്രുക്കൾ പറയുന്നു ആ കാണുന്ന ചാലിൽ നിന്ന് വെള്ളമെടുത്തോ. ഓട കാണിച്ചു കൊടുക്കുകയാണ്. വേസ്റ്റുകൾ ഒഴുകുന്ന സ്ഥലം കാണിച്ചിട്ട് പറയുകയാ, നിന്റെ ഭർത്താവിന് വേണമെങ്കിൽ അവിടെ നിന്ന് കോരി കുടിച്ചോ, നിങ്ങൾ രണ്ടുപേരും കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കളിയാക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ വീടിനകത്ത് കയറി. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഭാര്യയ്ക്ക് വല്ലാത്ത വേദനയാ. അവസാനം സുബഹിന്റെ സമയം അടുത്തു വരികയാണ്. സുബഹിന്റെ സമയം അടുത്തു വരികയാ. അല്ലാഹുവേ, വെള്ളിയാഴ്ച രാവാ, വെള്ളിയാഴ്ച രാവാ. പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ദുൽഹജ്ജ് 17 വെള്ളിയാഴ്ച ദിവസം രാവിലെയായപ്പോ ഭാര്യ അടുത്ത് ചെല്ലുകയാണ്. എന്നിട്ട് 2 ദിവസമായി പട്ടിണി നോമ്പ് പിടിച്ച് കിടക്കുന്ന ഭർത്താവ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ 2-3 ദിവസമായിട്ട് നോമ്പാ. രാവിലെ ഇടയത്താഴം കഴിക്കാ സമയമായി. ഒരൽപ്പം വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാൻ നോക്കുമ്പോ തളർന്നു കിടക്കുന്ന ഉസ്മാൻ തങ്ങളെ കണ്ടിട്ട് 82 വയസ്സുള്ള ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫ തളർന്നു കിടക്കുന്നത് കണ്ടപ്പോ നായിലാന് സഹിക്കാൻ കഴിഞ്ഞില്ല. 3 ദിവസമായിട്ട് പട്ടിണി നോമ്പാണ്. 4ാമത്തെ ദിവസം രാവിലെ നോമ്പ് പിടിക്കാൻ സമയമായി. വെള്ളം പോലും കുടിക്കാനില്ലാതെ അല്പം വെള്ളം എവിടെ നിന്നോ കിട്ടി. ഭാര്യ കൊണ്ടുപോയി അടുത്ത് വെച്ചിട്ട് പറയുന്ന ഭർത്താവിന്റെ ചാരത്ത് നിന്ന് കരയുകയാണ്. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങൾ ചോദിച്ചു, നീ എന്തിനാ നായിലാ കരയുന്നത്? നിങ്ങൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് പറഞ്ഞിതെന്തൊരു പരീക്ഷണമാ അല്ലാഹ്. എന്റെ ഭർത്താവിന് നോമ്പുകാരനാണല്ലോ, നോമ്പ് തുറക്കാനും നോമ്പ് പിടിക്കാനും പച്ചവെള്ളം പോലും കുടിക്കാൻ ഇവരെ സമ്മതിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുമ്പോ ഉസ്മാന് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? നായിലാ, ഞാൻ നോമ്പ് തുറന്നില്ലെന്നാരാ പറഞ്ഞത്? ഞാൻ നോമ്പ് മുറിച്ചില്ലെന്നാരാ പറഞ്ഞത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. നായിലാ, ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, ഇന്നലെ അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ അടുക്കൽ വന്നു, അല്ലാഹുവിന്റെ പ്രവാചകൻ എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്റെ വായിക്കകത്ത് വെള്ളം ഒഴിച്ചു തന്നു. അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈ കൊണ്ട് എന്റെ വായിക്കകത്ത് വെള്ളം ഒഴിച്ചു തന്നു. ഞാൻ ഇന്നലെ വെള്ളം കുടിച്ചാണ് നോമ്പ് തുറന്നത്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, റഅയ്തുൽ ബാരിഹ ഫഇന്നക മഫ്തൂൻ. അല്ലാഹുവിന്റെ റസൂൽ എൻ്റെ അടുക്കൽ വന്നിട്ട് എനിക്ക് നോമ്പ് മുറിക്കാൻ വെള്ളം തന്നു, എനിക്ക് നോമ്പ് തുറിക്കാൻ വെള്ളം തന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞത് എന്തെന്നറിയോ? ഉസ്മാനേ, നാളെ നോമ്പ് തുറക്കുന്നത് നീ എൻ്റെ കൂടെയാ. അല്ലാഹുവിന്റെ റസൂല് ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നാളെ നോമ്പ് തുറക്കുന്നത് നീ എൻ്റെ കൂടെയാണ്. അബൂബക്കറും ഉണ്ടാകും, ഉമർ ഇബ്നുൽ ഖത്താബും ഉണ്ടാകും. നമ്മൾ 4 പേരും കൂടെ ഒരുമിച്ചാ നോമ്പ് തുറക്കുന്നത്. നാളെ നീ മരിക്കുമെന്ന് മുത്തുനബി വന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്മാനെ, നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണ്. നാളെ മഗ്രിബിന്റെ മുമ്പ് നീ നോമ്പ് തുറക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സന്തോഷത്തോടെ കരയുന്ന ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാ, നാളെ മുത്തുനബിയുടെ കൂടെയാണല്ലോ, മുത്തുനബിയുടെ കൂടെയാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞല്ലോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച്, ലികുല്ലി നബിയിൻ റഫീഖി വറഫീഖി ഉസ്മാൻ.
എന്റെ കൂട്ടുകാരൻ ഉസ്മാനാ, എന്റെ കൂട്ടുകാരൻ ഉസ്മാനാ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്മാൻ റളിയല്ലാഹു തആല ദുൽഹജ്ജ് 17 വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവേ സുബഹി നമസ്കരിക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞു, സുബഹി നമസ്കാരം കഴിഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു തആല ഒരടിമയെ വിളിക്കുകയാ, ഒരടിമയെ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, എനിക്കിടാൻ ഒരു കമീസും പാന്റും കൊണ്ടുവരണം. ഉസ്മാൻ തങ്ങൾ പറഞ്ഞു കൊടുത്തു, എനിക്ക് ധരിക്കാൻ ഒരു കമീസും ഒരു പാന്റും കൊണ്ടുവരണം. ഉസ്മാൻ തങ്ങൾ മുണ്ടെടുക്കുന്ന സ്വഹാബിയാ, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ മുണ്ടെടുത്തിരുന്ന സ്വഹാബിയാ. അവിടെ നിന്ന് പറഞ്ഞു, എനിക്കൊരു കമീസ് വേണം, എനിക്കൊരു പാന്റ് വേണം. എന്തിനാ അത് ധരിച്ചതെന്നറിയോ? ഉസ്മാൻ റളിയല്ലാഹു തആല പാൻറിട്ടിട്ട് മുറുക്കി കെട്ടുകയാണ്. ഉസ്മാൻ തങ്ങൾ പാന്റ് മുറുക്കി കെട്ടിവെച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, കമീസ് ഇട്ടു. എന്തിനെന്നറിയോ? എന്തിനെന്നറിയോ? ഉസ്മാൻ തങ്ങൾക്കറിയാം തൻ മാതാനവിടന്ന് വധിക്കാൻ പോവുകയാണ്. വീടിന്റെ പുറത്ത് നിൽക്കുന്ന ശത്രുക്കൾ ഉസ്മാൻ തങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കുമല്ലോ. ആ വെട്ടിമുറിക്കുന്ന സമയത്ത് മുണ്ടെടുത്താൽ ഔറത്ത് വെളിവാകുമല്ലോ, മുണ്ടെടുത്താൽ ഔറത്ത് വെളിവാകുമല്ലോ. അതുകൊണ്ട് ഒരാളും എന്റെ ഔറത്ത് കാണരുത്. ഞാൻ മരിച്ചു കിടക്കുമ്പോ ഒരാൾ പോലും എന്റെ ഔറത്ത് കാണരുത്. കാണാതിരിക്കാൻ നേരത്തെ പാൻറ് ധരിച്ചു, കമീസ് ഇട്ടു. ഉസ്മാൻ റളിയല്ലാഹു തആല തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു, തന്റെ ഭാര്യയോട് യാത്ര പറഞ്ഞു. അവിടുന്ന് പൊരുത്തം ചോദിച്ചു. എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. സൂറത്തു ത്വാഹ ഓതി, സൂറത്തു ത്വാഹ ഓതി. ഉസ്മാൻ റളിയല്ലാഹു തആല 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നോമ്പുകാരനായിട്ടിരുന്നു ഖുർആൻ ഓതുകയാ. 2 റക്അത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിച്ചിട്ട് ഭാര്യയോട് പൊരുത്തം ചോദിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കൾ വീട് തീയിട്ടു, വീടിന്റെ വാതില് തീയിട്ട് നശിപ്പിച്ചു. ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവേ, അല്ലാഹുവേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവേ, ശത്രുവതാ വാളെടുത്തിട്ട് ഉസ്മാൻ തങ്ങളെ വിട്ടുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു തന്റെ കൈ കൊണ്ട് തടയുകയാ. വലത് കൈ കൊണ്ട് ഖുർആൻ പിടിച്ചു, വലത് കൈ കൊണ്ട് ഖുർആൻ പിടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, വാളുകൊണ്ട് വെട്ടാമെന്നവനെ തടഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ അവന് വെട്ടിമുറിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടുന്ന് വലത് കൈ വെട്ടിമുറിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചു. നായില റളിയല്ലാഹു തആല അൻഹ ഇത് കണ്ടപ്പോ ഓടി വന്നിട്ട് പടച്ചവനെ വാളിൽ കേറി പിടിച്ചു. നായില റളിയല്ലാഹു തആല അൻഹയുടെ 2 കൈയും വെട്ടിമുറിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ അവിടെ നിന്ന് പിടഞ്ഞു താഴെ വീണു. അപ്പോഴാണ് റബ്ബേ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോൻ അബൂബക്കർ തങ്ങളുടെ പൊന്നുമോൻ കേറി വന്നിട്ട് ഉസ്മാൻ തങ്ങളുടെ താടിയിൽ കേറി പിടിച്ചു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ താടിയിൽ കേറി പിടിച്ചു. ഉസ്മാൻ തങ്ങൾ കരയുകയാണ്. ഉസ്മാൻ തങ്ങൾ അബൂബക്കർ തങ്ങളുടെ മകനോട് ചോദിച്ചു, യാ ഇബ്നു അഖി, എന്റെ കൂട്ടുകാരന്റെ മോനെ, എന്റെ കൂട്ടുകാരന്റെ മോനെ, നീ പിടിച്ച താടി നിന്റെ വാപ്പ ബഹുമാനിച്ചതാ. നീ പിടിച്ചിരിക്കുന്ന ഈ താടിയുണ്ടല്ലോ, നിന്റെ വാപ്പ ആദരിച്ചതാ, ബഹുമാനിച്ചതാ. ഇന്ന് നീ അതിൽ കേറി പിടിച്ചിരിക്കുന്നല്ലോ. ഇത് പറഞ്ഞപ്പോ അബൂബക്കർ തങ്ങളുടെ പൊന്നുമോനങ്ങ് കൈവിട്ടു. അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പടച്ചവനെ, ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി പോകുകയാണ്. അപ്പോഴാണ് റബ്ബേ, ആ മനുഷ്യൻ അബൂബക്കർ തങ്ങളുടെ മകൻ ഇറങ്ങി പോകുമ്പോ, അവിടെ നിന്ന് തൗബ ചെയ്തുകൊണ്ട് ഇറങ്ങി പോകുമ്പോ ശത്രുക്കൾ വീടിന്റെ അകത്തേക്ക് വലിഞ്ഞു കയറി ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ വാളുകൊണ്ട് തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ എപ്പോഴും ഹൃദയത്തിൽ വെച്ചു. പടച്ചവനെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ താഴെ വീഴാതെ പഠിക്കടാ ചെറുപ്പക്കാരാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു മരണത്തോട് കിടന്ന് പിടയുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് രക്തം ഇങ്ങനെ താഴെ വീഴുന്നുണ്ട്.
രക്തം ഇങ്ങനെ താഴെ വീഴുന്നുണ്ട്. ഖുർആൻ ഇങ്ങനെ നൂത്ത് വെച്ചിരിക്കുകയാണ്. ഓതിക്കൊണ്ടിരുന്ന ഖുർആൻ തന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ നോക്കുമ്പോ രക്തം പോയിട്ട് വീഴുന്നത് ഒരായത്തിന്റെ മുകളിലാ. പരിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ തങ്ങളുടെ ചുടുരക്തം വീണത്. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് ഷഹീദാകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ താഴെ വീഴാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ടാണ് അവിടെ നിന്ന് ഷഹീദായത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രമെടുത്തു നോക്ക്. ഉസ്മാൻ തങ്ങളുടെ തല വെട്ടി മുറിക്കാൻ തയ്യാറായി. ഉസ്മാൻ തങ്ങളുടെ തല മുറിച്ചെടുക്കാൻ വേണ്ടി ശത്രുക്കൾ തയ്യാറായി. പടച്ചവനെ, ഒരാള് പറഞ്ഞു നിങ്ങൾ എടുക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ മയ്യത്ത് കണ്ടപ്പോ മുഖത്തടിച്ചവരുണ്ട്, നെഞ്ചത്ത് ചവിട്ടിയവരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചരിത്രമെടുത്തു നോക്ക്. അവർ അള്ളാന്റെ ശാപം കിട്ടിയവരാ. അവര് മുഴുവനും അല്ലാഹുവേ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ നിന്നവര് മുഴുവനും ഭ്രാന്ത് പിടിച്ചിട്ട് ചത്തുപോയെന്നാ ചരിത്രം പറയുന്നത്. അന്ന് മഹാനായ ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ നിന്നവര് മുഴുവനും ഭ്രാന്ത് പിടിച്ചിട്ട് ചത്തുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ചരിത്രം അറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിലെ തവാഫ് ചെയ്യുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ കരയുകയാണ്. ഉസ്മാൻ തങ്ങളുടെ മരണത്തിന്റെ രംഗം പറഞ്ഞ് കരയുകയാ. അവിടെ നിന്നൊരു മഹാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്മാൻ തങ്ങളുടെ മയ്യത്ത് കണ്ടപ്പോ ഉസ്മാൻ തങ്ങളുടെ മുഖത്ത് നിന്ന് ഞാൻ അങ്ങ് തുണിയെടുത്തു മാറ്റി. ഉസ്മാൻ തങ്ങളുടെ മുഖത്ത് നിന്ന് ഞാൻ തുണിയെടുത്തു മാറ്റി. ആ മരിച്ചു കിടന്നപ്പോഴും മുഖത്ത് കണ്ട ചിരിയുണ്ടല്ലോ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹീദായി കിടക്കുമ്പോഴും കയ്യും കാലും മുഴുവനും വെട്ടി നുറുക്കിയിട്ട് പടച്ചവനെ ഷഹീദായി കിടക്കുമ്പോഴും ആ മുഖത്ത് വല്ലാത്ത ഒരു ചിരിയായിരുന്നു. ആ ചിരി കണ്ടപ്പോ ഞാൻ എന്റെ കൈ കൊണ്ട് മുഖത്തടിച്ചു. എന്റെ കൈ കൊണ്ട് ഞാൻ മുഖത്തടിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പറയുകയാ, എന്റെ കൈ വിറകു പോലെയായി പോയി. എന്റെ കൈ വിറകു പോലെയായി പോയി. ആ തല്ലിയ കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ ആ മനുഷ്യന് ഉപകാരം ഉണ്ടായില്ല. ആ മനുഷ്യനാണ് കഅബയുടെ ചുറ്റത്ത് കിടന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്പരം തമ്മിലടിക്കേണ്ടവരല്ല, ചെളിവാരി എറിയേണ്ടവരല്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, നമ്മളൊക്കെ കൂടെ പറപ്പാ. എന്തു മറന്നാലും അത് മറന്നു പോകരുത്. നമ്മളൊക്കെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ, പടച്ചവനെ നമ്മളൊക്കെ കൂടെ പറപ്പാട്. ആരും അത് മറന്നു പോകരുത്. പരിഹസിക്കുമ്പോഴും കളിയാക്കുമ്പോഴും നാണം കെടുത്തുമ്പോഴും ചീത്ത പറയുമ്പോഴും നീ ചിന്തിക്കണം, അല്ലാഹുവേ അവനും ഒരു മുസ്ലിമാണല്ലോ. മുഅ്മിനൂന ഇഖ്വാ, നമ്മുടെ കൂടെ പറപ്പുകളാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, തങ്ങളൊപ്പം ദുആ ചെയ്യാ പോകുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, മരണമെപ്പോഴാ വരുന്നതെന്നറിയില്ല. തങ്ങൾ യാത്ര പറഞ്ഞതുപോലെ മരണത്തിന്റെ അടയാളം കണ്ടിട്ട് മരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത്രയ്ക്ക് ഈമാനില്ലാത്തവരാണ്. അതുകൊണ്ട് തയ്യാറെടുത്തോ, അതുകൊണ്ട് ഒരുങ്ങിക്കോ. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. മരിക്കാൻ ക്യാൻസർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്, ട്യൂമർ വന്നവര് മാത്രമല്ല മരിക്കുന്നത്. തുഅമ്മിലു ഫിദ്ദുനിയാ തവീലൻ വലാ തദ്രി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹ്റൻ അലാ ദഹ്രി. അല്ലാഹുവേ, അല്ലാഹുവേ, ഒരു രോഗവുമില്ലാത്തവർ വീണ് വീണ് മരിച്ചു പോകുന്നല്ലോ. ഒരു രോഗവും
ബോധവുമില്ലാത്തവർ വീണ് വീണ് മരിച്ചു പോകുന്നത് കാണുന്നവരല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. അതിനു വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിന്റെ ഉപ്പ മരിച്ചപ്പോ ഉപ്പാടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഒരുപാട് ഉസ്താദന്മാര് ജബ്ബാർ ഉസ്താദിന്റെ ജനാസ കാണാത്തവരില്ലല്ലോ, കണ്ടവരല്ലേ ചെറുപ്പക്കാരാ? കൊതി തോന്നിയിട്ടില്ലേടാ പൊന്നുമോനെ? ഈ അടുത്ത് ഞാൻ വഅദ് പറയാൻ പോയപ്പോ അവിടുത്തെ ഉസ്താദ് റബ്ബേ സുജൂദിൽ കിടന്നിട്ടാണ് മരിച്ചത്. എന്തൊരു മരണമാ ചെറുപ്പക്കാരാ! ആലിമീങ്ങളെ ബഹുമാനിക്ക്. ആലിമീങ്ങൾ ആരുമാകട്ടെ, അവരാദരിക്കാൻ പഠിക്ക്, അവരെ ബഹുമാനിക്കാൻ പഠിക്ക്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ആലിമീങ്ങള്. എല്ലാവരുടെ കുറ്റം പറയുന്നത് പോലെ അവരെ പറയല്ലേ, അവരെ കളിയാക്കല്ലേ. അവരെ കാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, ശംസുൽ ഉലമയെ മറക്കാൻ കഴിയുമോ? അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിച്ച് വിളിച്ച് ബാങ്കിന്റെ ജവാബ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ജവാബ് പറഞ്ഞു പിന്നെ മിണ്ടിയില്ല. ഇതുപോലെ എത്രയോ പണ്ഡിതന്മാര് എന്തിനാ കേരളത്തിലേക്ക് പോകുന്നത്? നിങ്ങളുടെ പരിസരത്തില്, നിങ്ങളുടെ കുടുംബക്കാരില് നിങ്ങളൊക്കെ ആദരിച്ച ഇവിടുത്തെ ഉസ്താദന്മാരുടെ പേര് ഇവിടുത്തെ പ്രഭാഷകൻ പറഞ്ഞു. ഈ പണ്ഡിതന്മാരൊക്കെ മരണം നിങ്ങൾക്കറിയുമല്ലോ. ഈ നാട്ടുകാരനായ ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ. ഇവരുടെയൊക്കെ മുഖം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇവരൊക്കെ ചിരിച്ചവരല്ലേ? ഇവരൊക്കെ ചിരിച്ചവരല്ലേ? അവര് ചിരിച്ചിട്ട് നമ്മളെ കരയിപ്പിച്ചില്ലേ? നമ്മളൊക്കെ കാണാൻ പോയപ്പോ നമ്മുടെ ചെറിയ മക്കളുണ്ടല്ലോ, രാത്രി കിടക്കുന്ന സമയത്ത് പുതപ്പെടുത്ത് തലയുടെ മുകളിലൂടെ ഇട്ടിട്ട് അവര് ഒളിച്ചിരിക്കും. നമ്മുടെ പിഞ്ചു മക്കള്, ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോ എന്റെ ചെറിയ മകൻ തലയിലൂടെ തുണിയിട്ടിട്ട് ഒളിച്ചിരിക്കും. ആ മകനെ പോയിട്ട് തുണി ഇങ്ങനെ പൊക്കുമ്പോ പാപ്പ എന്നെ കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുവല്ലോ. പാപ്പ എന്നെ കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കുവല്ലോ. ഇതുപോലെ എത്രയോ പണ്ഡിതന്മാര് മുഖത്തിട്ടിരിക്കുന്ന തുണി പൊക്കിയപ്പോ അവര് നമ്മളെ നോക്കി ചിരിച്ചില്ലേടാ ചെറുപ്പക്കാരാ? അവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചവരാ, അവരൊക്കെ നമ്മളെ കൊതിപ്പിച്ചിട്ട് പോയവരാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അവര് പോയതുപോലെ പോയില്ലെങ്കിലും 40 പേരെ നല്ലത് പറയിപ്പിച്ചിട്ട് പോകടാ. നീ മരിക്കുമ്പോ 40 പേര് പറയണം, പടച്ചവനെ ഈ പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മനുഷ്യനാ മൈസൂർ ബാവ എന്ന് പറയുന്ന മനുഷ്യൻ. ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ നടക്കാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ട്, നല്ലവനെന്ന് പറയാൻ ആളുണ്ട്. ആ മനുഷ്യനെ പൊക്കിയിട്ട് സിറാജിനൊന്നും കിട്ടാനില്ല. പക്ഷേ ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ തോക്കും പിടിച്ചു കൂടെ നടക്കാൻ ആളുണ്ട്. പക്ഷേ മൈസൂർ ബാവ എപ്പോഴാണ് നല്ലവനെന്നറിയോ? മൈസൂർ ബാവ എന്ന് പറയുന്ന ഈ മനുഷ്യന് 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് വീടിന്റെ ഉമ്മറത്ത് കിടത്തുന്ന ഒരു ദിവസമുണ്ട്. അന്ന് കണ്ടിട്ടിറങ്ങി പോകുന്ന 40 പേര് പറയണം, ഇവൻ നല്ലവനാ, ഒരുപാട് നന്മ ചെയ്തവനാ. ഇതുപോലെ ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുമ്പോഴാ നല്ലവനാകുന്നത്. പള്ളിയിലെ ഉസ്താദാകട്ടെ, ഇവിടുത്തെ കമ്മിറ്റിക്കാരാകട്ടെ, നിങ്ങൾ ഓരോരുത്തരുമാകട്ടെ, ഈ മക്കാബിൽ ഖിദ്മത്ത് ചെയ്യുന്നവരാകട്ടെ, നമ്മൾ മരിക്കുമ്പോ 40 പേര് പറയണം, ഇവൻ നല്ലവനാ, ഇവൻ നല്ലവനാ, ഇവൻ നല്ലവനാ. 40 പേര് പറഞ്ഞാ രക്ഷപ്പെട്ട് സഹോദരാ. 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് ഇവിടത്തെ പള്ളിയിൽ നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ 100 പേരെണ്ണണം ചെറുപ്പക്കാരാ. വാപ്പമാരെ, നിന്റെ മയ്യത്ത് നിസ്കരിക്കാൻ 100 പേരിൽ കൂടുതൽ വേണം. അപ്പോഴാ നീ രക്ഷപ്പെടുക. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ റഹംഹു. 100 പേര് നിന്റെ
നിന്റെ ജനാസയുടെ മുമ്പിൽ നിന്നിട്ട് നിനക്ക് വേണ്ടി നിസ്കരിച്ചാ, നിനക്ക് വേണ്ടി ദുആ ചെയ്താ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ആ മനുഷ്യനെ കൊണ്ട് പറ്റുന്നത് അദ്ദേഹം കൊടുത്തു. ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് വേണ്ടിയാ. അതുകൊണ്ട് നല്ല മനസ്സോടുകൂടി ഉസ്താദേ, ഒന്നുമില്ലെങ്കിലും ഈ മഹാന്റെ ചാരത്ത് കിടക്കുന്നവരല്ലേ, ഈ പള്ളിയുടെ വരുമാനത്തിന് വേണ്ടിയല്ലേ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയതിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? ഒരു 2000 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ്. തങ്ങൾ ദുആ ചെയ്യാൻ പോകുകയാണ്. നല്ല മനസ്സോടുകൂടി അല്ലാഹ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് കാണണം റബ്ബേ, എന്റെ ജീവിതത്തിൽ ഇന്ന് പറഞ്ഞ സ്വർഗം കണ്ടിട്ടില്ല അല്ലാഹ്, എനിക്ക് ആഗ്രഹമുണ്ട് റബ്ബേ, സ്വർഗത്തിൽ പോകണമെന്ന് വല്ലാത്ത മോഹമാണ് റബ്ബേ. ഉസ്താദന്മാര് സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട് റബ്ബേ, എനിക്കത് മരിക്കുന്നതിന് മുമ്പ് കാണണമല്ലാ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് അത് കാണണമല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിയുമോ ഒരു നല്ല സദഖ കൊടുക്കാൻ? ആരോടും സിറാജ് പറഞ്ഞു വച്ചിട്ടില്ല, ചാടി എഴുന്നേറ്റ് പറയാൻ ആളെ നിർത്തേണ്ട ആവശ്യമില്ല. ഇത് അല്ലാഹുവിന് വേണ്ടിയാ, ഇത് അല്ലാഹുവിന് വേണ്ടിയാ. അതുകൊണ്ട് പടച്ചവനെ തയ്യാറായിക്കോ. എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. മൊബൈലും യൂട്യൂബും ഫേസ്ബുക്കും ഉള്ളവർക്കറിയാം. പടച്ചവനെ 3-4 ദിവസം മുമ്പ് കേരളത്തിൽ പടച്ചവര് ഗൾഫിൽ നിന്നൊരു കുടുംബത്തെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഗൾഫിൽ നിന്ന് വരുന്നവരെ സ്വീകരിക്കാൻ വണ്ടിക്കകത്ത് കുളിച്ചൊരുങ്ങി സുഗന്ധം തേച്ചിട്ട് ഓരാ പടച്ചവനെ മംഗലാപുരം എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമല്ലോ. ലഗേജും എടുത്തുകൊണ്ട് ഇറങ്ങി വരുമ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമല്ലോ, തമാശ പറഞ്ഞ് വീട്ടിലേക്ക് വരുമല്ലോ. ഇതുപോലെ അല്ലാഹ് 5 പേര് ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്നിറങ്ങി. അതാ കുടുംബക്കാര് പോയി. 5 ആംബുലൻസിലാ പോയത്. ഒരു ഉപ്പയും ഉമ്മയും 3 മക്കളും. അവരുടെ വീട്ടിലേക്ക് പടച്ചവര് 5 ആംബുലൻസ് ഇങ്ങനെ നിരന്നു വരികയാ. ഫേസ്ബുക്കിലും യൂട്യൂബിലും കിടക്കുന്നുണ്ട് ചെറുപ്പക്കാരാ. അവസാനത്തെ ആംബുലൻസ് ചെറുതായിരുന്നു, അവസാനത്തെ ആംബുലൻസ് ചെറുതായിരുന്നു. ഏറ്റവും ചെറിയ മകനെ പെട്ടിക്കകത്താക്കിയിട്ട് ഒരു കുടുംബത്തിൽ 5 പേര് ഒറ്റയടിക്കങ്ങ് പോയപ്പോ പടച്ചവനെ നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഇത്രയേ ഉള്ള സഹോദരാ, ഇത്രയേ ഉള്ള സഹോദരാ. മോനെ, ഒറ്റ നിമിഷം കൊണ്ട് സർവ്വതും തീർന്നു പോകുന്ന ജീവിതമാണ്. എന്ത് അഹങ്കരിക്കാനാ, എന്ത് അഹങ്കാരം കാണിക്കാനാ, എന്ത് പൊരുത്തം ചോദിക്കാനാ, എന്ത് തൗബ ചെയ്യാനാ? ഒന്നിനും അല്ലാഹു സമയം തരണമെന്നില്ല. അതുകൊണ്ട് മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം.